എന്താ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം ചെയ്യുന്ന പരിശുദ്ധമായ റൗളായുടെ സമീപത്തേക്ക് ആഫിയത്തോടുകൂടെ റാഹത്തോടുകൂടെ സംതൃപ്തിയോടുകൂടെ അങ്ങോട്ടൊന്ന് എത്തുക എന്നുള്ള കെട്ടുണ്ടല്ലോ, ആ കെട്ട് തന്നെയാണ് വലിയതായ കെട്ട്. അള്ളാഹു സാക്ഷാത്കരിക്കുമാറാവട്ടെ. അതാ അവിടുത്തെ കെട്ട്. അങ്ങനെ മദീനയിൽ താമസിക്കേണ്ട അനുകൂലമായ ദിവസങ്ങൾ കഴിഞ്ഞാൽ അവിടുന്ന് പുറപ്പെട്ടു പോകുന്ന ആളുകൾ അബിയാർ അലി എന്ന് പറയുന്നതായ ഏകദേശം മദീന പള്ളിയിൽ നിന്ന് 6 മൈൽ 9 കിലോമീറ്റർ ദൂരമുള്ളതായ അബിയാർ അലിയിൽ വെച്ചുകൊണ്ടാണ് അവർ ഇഹ്റാം ചെയ്യേണ്ടത്. ഇതാണിപ്പോ മക്കാനിയായിരിക്കുന്ന മീക്കാത്തുകള്. സമാനിയ മീക്കാത്തുകളും പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളതായ മീക്കാത്തുകളൊന്നും നമുക്ക് വേണ്ടത്ര പ്രായോഗികമല്ല എങ്കിലും ജുഹഫ എന്ന് പറയപ്പെടുന്ന മീക്കാത്തുണ്ട്. ഏകദേശം 200-ൽ പരം കിലോമീറ്റർ ദൂരമുള്ള. ഇപ്പോ അധികം ആളുകളും മക്കായിലേക്ക് നേരിട്ട് പോവുകയാണ്. യാത്രയുടെ സൗകര്യങ്ങളും മറ്റും കണക്കിലെടുത്ത് നേരിട്ട് പോവുക. അപ്പോ അങ്ങനെ വരുമ്പോൾ വേറെ ചില പ്രയാസങ്ങൾ സൂക്ഷിക്കാനും ഒരു മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാമെന്ന ലക്ഷ്യപ്രകാരം കുറെ ആളുകൾ ജുഹഫയിലേക്ക് പോകും. ജുഹഫ 5 മീക്കാത്താണല്ലോ നമ്മൾ പറഞ്ഞത്. അബിയാർ അലി, ജുഹഫ, പിന്നെ ദാത്തു ഇറക്ക്, കർണുൽ മനാസില്, യലംലം. അപ്പൊ യലംലം നമുക്ക് ബാധകമല്ല. പിന്നെ ദാത്തു ഇറക്കും നമുക്ക് ബാധകമല്ല. ഈ 3 മീക്കാത്തുകളുമായി ബന്ധപ്പെടാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ജുഹഫയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? മക്കയിൽ പോയി താമസിച്ചിട്ട് യൗമു തർവിയത്ത് എന്ന് പറയുന്നതിന്റെ നേരെ മുമ്പ് ഒരു ദിവസം യൗമു സീന, അതിന്റെ മുമ്പ് ഒരു ദിവസമുണ്ട് യൗമു സിത്ത്. അതായത് 6-നോ 5-നൊക്കെ അവിടെ പോയിട്ട് നമ്മൾ ഇഹ്റാം ചെയ്യും. ഇഹ്റാം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്ത് പോയാലും ചെയ്യാനുള്ള ഒന്ന് തന്നെയാണ്. നമ്മളുമായി ബന്ധപ്പെടാവുന്ന ഒരു മീക്കാത്ത് ഏകദേശം 200-ൽ പരം വരുന്ന കിലോമീറ്ററുകളാണ് അങ്ങോട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ സ്ഥലങ്ങൾ കുറഞ്ഞതായ മീക്കാ വഴിദൂരമുള്ള സ്ഥലമാണ്. ബാക്കി ദാത്തൂർക്ക്, യലംലം, അതുപോലെ കർണുൽ മനാസില്, കർണു സാലിബ്, ഇപ്പോൾ അറിയപ്പെടുന്ന പേര് സൈലുൽ കബീർ. അപ്പൊ സമാനിയായിരിക്കുന്ന മീക്കാത്തുകളും മക്കാനിയായിരിക്കുന്ന മീക്കാത്തുകളും അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇത് ആ നാട്ടിൽ നിന്നുള്ളതായിരിക്കുന്ന, അതായത് അത് വിട്ടുകിടക്കുന്ന ആളുകൾക്ക് അപ്പൊ ഈ മീക്കാത്ത് എല്ലാ ഹജ്ജിനും അവിടെ നിന്ന് ഇഹ്റാം ചെയ്യുക എന്ന് ഇതിനർത്ഥമില്ല. ഹജ്ജിന്റെ ഇഹ്റാം ചെയ്യൽ അവിടുന്ന് തന്നെയാണ് ഒരാൾ ഇഹ്റാം ചെയ്തെങ്കിൽ എന്ന് പരിശുദ്ധമായ മക്കായിൽ പോയിട്ട് നേരത്തെ പോയ ആളുകൾ ഒരു മീക്കാത്ത് കൊള്ളൊന്നും മടങ്ങാതെ അവിടുന്ന് തന്നെ ഇഹ്റാം ചെയ്യുകയാണെങ്കിലോ ഇഹ്റാമിന് കുഴപ്പമൊന്നുമില്ല, സഹിയായ ഇഹ്റാമാണ്. പക്ഷേ അതിന് പിഴയായി പ്രായശ്ചിത്തം കൊടുക്കുക എന്നുള്ളൊരു കാര്യം ഇനി പറയാനിരിക്കുന്നുണ്ട്. അത് വേണ്ടി വരും, വേറെ ഒരു കുഴപ്പവുമില്ല. അതേ സമയത്ത് പോകുമ്പോൾ തന്നെ അങ്ങോട്ട് ഇഹ്റാം ചെയ്താലോ, ഇപ്പൊ നാം പോകുന്ന ഈ തർത്തീബ് പ്രകാരം നമ്മൾ ഹജ്ജിനല്ല ഇഹ്റാം ചെയ്യുന്നത്, നാം ഉംറക്കാണ് ഇഹ്റാം ചെയ്യുന്നത്. കാരണം ഹജ്ജ് കഴിഞ്ഞാൽ നമ്മൾ വേഗത്തിൽ തിരിച്ചു വരണം, നമുക്ക് പരിമിതമായ സമയങ്ങളാണുള്ളത്. അപ്പൊ ഹജ്ജിന്റെ മുമ്പ് നമ്മൾ ഉംറ കഴിക്കും. അപ്പൊ ഉംറക്കാണ് നമ്മൾ ഇഹ്റാം ചെയ്യുക. ഇഹ്റാം ഹജ്ജിന്റെ ഇഹ്റാമും ഉംറയുടെ ഇഹ്റാമും അത് ഒരേപോലെ തന്നെയാണ്. അതിന്റെ മുഹറമാത്തുകൾ, അതിൽ സൂക്ഷിക്കേണ്ട ഹറാമായ കാര്യങ്ങളും അതും ഒരേ ക്രമത്തിൽ തന്നെയാണ്. അതിൽ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളോ അതും ഹജ്ജിന്റെ കർമ്മങ്ങളെ പോലെ തന്നെയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ കുറച്ചും കൂടി കൂടുതലായി ചെയ്യേണ്ട 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ വ്യത്യാസങ്ങളൊന്നും ആ കാര്യത്തിലില്ല. ഇനി ഹജ്ജിനോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന മറ്റു കാര്യങ്ങൾ. അപ്പൊ ആഫാഖി എന്ന് പറയപ്പെടുന്ന മറുനാടുകളിൽ നിന്ന് ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൂടെ വിട്ടുകിടക്കുന്ന ആളുകൾ ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറക്കോ ഇഹ്റാം ചെയ്തോളണം. ആ ഉദ്ദേശത്തോടുകൂടെ പോകുന്ന ആളുകൾ. അതല്ല ആ ഉദ്ദേശത്തോടുകൂടെ അല്ല ആൾ പോകുന്ന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുടുംബങ്ങളെ സന്ദർശിക്കുവാനോ അതല്ലെങ്കിൽ വേറെ വല്ല ഇടപാട് സംബന്ധമായി കച്ചവടത്തിനോ അല്ലെങ്കിൽ വല്ല വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളോ അതല്ലെങ്കിൽ ഡ്രൈവർമാര് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഇഹ്റാം ചെയ്യൽ നിർബന്ധമൊന്നുമില്ല. ഹറമിലേക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് വരുന്ന ആളുകളും ഹറമിന്റെ മഹത്വം പരിഗണിച്ച് ഇഹ്റാം ചെയ്തോളണം. പക്ഷേ ആ ഉദ്ദേശം, അതായത് ഉംറ ഹജ്ജ് ഉദ്ദേശം ഇല്ലെങ്കിൽ അതൊക്കെ ചെയ്യാന്നുള്ള കാര്യം നിർബന്ധമല്ല. ഇനി മറ്റൊരു കാര്യം, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതായ സമയത്ത് നാം ചെയ്തിരിക്കേണ്ടതായിരിക്കുന്ന മര്യാദകളെ കുറിച്ചാണ് മഹാനായിരിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്. അസുന്നത്തു അൻ യഗ്തസില ഖബലൽ ഇഹ്റാമി, ഒന്ന് കുളിക്കുക എന്നുള്ളൊരു സുന്നത്താണ്. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യാൻ വേണ്ടി കുളി നിർബന്ധമുള്ളൊരു കാര്യമല്ല. ഉളു നിർബന്ധമില്ല, നിസ്കരിക്കൽ നിർബന്ധമില്ല. വെറുതെ എന്ത് ചെയ്യുന്നതാണ്? ഉളു ഇല്ല, നിസ്കരിച്ചിട്ടില്ല, ഇങ്ങനത്തെ ഒരാൾക്ക് ഇഹ്റാം ചെയ്യാം. ജനാബത്തുള്ള ഒരാളാണെങ്കിലോ കുളിക്കാതെ ആൾക്ക് ഇഹ്റാം ചെയ്യാം, ഒരു വിരോധമില്ല. ഹൈദുള്ള പെണ്ണിനെ ഇഹ്റാം ചെയ്യാം, പ്രസവക്കാരിയായ പെണ്ണിനെ ഇഹ്റാം ചെയ്യാം, അതൊന്നും തടസ്സമുള്ള കാര്യമല്ല. പക്ഷേ അതിലൊരു പ്രാഥമികമായ മര്യാദ ആ യഗ്തസില, അവൻ കുളിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. ഖബലൽ ഇഹ്റാമി ഗുസ്ലൻ യംബി ബിഹി ഗുസ്ലൽ ഇഹ്റാമി, ഇഹ്റാമിന് വേണ്ടിയാണ് ഞാൻ കുളിക്കുന്നത് എന്ന കരുത്ത് പ്രകാരം കുളിക്കുക. ഞാൻ ഇഹ്റാമിന് വേണ്ടി കുളിക്കുകയാണ്. പിന്നെ ഓഹോ മുസ്തഹബുൻ ലികുല്ലി മൻ യസ്ഹു മിൻഹുൽ ഇഹ്റാമു, ആർക്കെല്ലാം ഇഹ്റാം സഹിയാവും അവർക്കെല്ലാം ഈ കുളി പ്രത്യേകമായ സുന്നത്താണ്. ഹത്തൽ ഹായിദു വൻ നുഫസാഉ വസ്സബിയ്യു, പ്രസവക്കാരിയായ പെണ്ണാവട്ടെ
അതുപോലെ ഹൈദുള്ളതായിരിക്കുന്ന മെൻസസ് ഉള്ളതായിരിക്കുന്ന പെണ്ണോ, അതുപോലെ ചെറിയതായ കുഞ്ഞുങ്ങളെ കൊണ്ട് ഏറാൻ ചെയ്യിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവരെയും കുളിപ്പിക്കുക എന്നുള്ള സുന്നത്താണ്. പ്രസവക്കാരിയായ പെണ്ണ് എന്ന് ചിന്തിക്കുമ്പോൾ സ്ത്രീകൾക്കൊക്കെ സംശയം, പ്രസവിച്ച് കിടക്കുന്ന ഒരു പെണ്ണ് ഹജ്ജ് ചെയ്താൽ സഹിയാകുമോ, അതല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന ഒരു പെണ്ണ് ഹജ്ജിന് പോകുന്ന കാര്യം അത് പ്രായോഗികമാണോ എന്നതിനെ കുറിച്ചാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹജ്ജത്തുൽ വദാ എന്ന് പറയപ്പെടുന്ന ഹിജ്റയുടെ 10ാമത്തെ വർഷത്തിന്റെ തുടക്കത്തിൽ ഹജ്ജിന് പോയതായ ആ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട സഹാബികൾ മുഴുവനും അവരുടെ ഭാര്യമാരും റസൂലുള്ളാഹിയുടെ മക്കളും റസൂലുള്ളാഹിന്റെ ഭാര്യമാരും മുഴുവനും ആ കൂട്ടത്തിലുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവരും വളരെ ബഹുമാനത്തോടുകൂടെ തെറുതിയെത്തി ചെല്ലണം. വെറുതെ ഇങ്ങനെ ഉറക്കം തൂക്കി ചെല്ലേണ്ട പറയേണ്ട കാര്യങ്ങളല്ല. ലോകത്ത് അംബിയാ മുർസലുകൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർ എവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്, അവരുടെ പദവി എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പറയാൻ അവസരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. വളരെ ബഹുമാനത്തോടുകൂടെ പറഞ്ഞോളി. അവരുടെ ബർക്കത്തുകൾ നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും ശരീരത്തിലും എല്ലാം അല്ലാഹു തആല പകർത്തി തരാനുള്ള എല്ലാ പവറുകളുമുള്ള അള്ളാഹുവിന്റെ ഖുർആനിൽ ഇദ്ഹുമാ എന്ന് പറഞ്ഞ് രണ്ടാളുകള് യഖൂലു ലി സാഹിബിഹി എന്ന് പറയുന്നതായ ആളൊക്കെ ആരാണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. അങ്ങനത്തെ മഹാനവറുകൾ ആ കൂട്ടത്തിലുണ്ട്. അവരുടെ ഭാര്യ അവരിലുണ്ട്. ആ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്, പൂർണ്ണമായ ഗർഭിണിയാണ് അവര്. അതായത് പ്രസവിക്കാനുള്ള ഡേറ്റുകൾ വളരെ കുറച്ചുള്ളൂ. ഇന്നത്തെ പോലെ വളരെ ഫിക്സഡ് ഡേറ്റ് ഒന്നും പറയാൻ കഴിയില്ല. കാരണം അത്ര പരിശോധനകളൊന്നും ഇല്ലല്ലോ, ആശുപത്രികളോ. നമ്മളിങ്ങനെ ഗർഭങ്ങൾ ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ കൊണ്ടുപോയി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു, സ്കാൻ ചെയ്തു, ഒക്കെ ഒന്ന് കുളിപ്പിച്ചു, ഒക്കെ റെഡിയാക്കി. പിന്നെ ഇങ്ങനെ മാസം 15 ദിവസം ഒരാഴ്ച ഡോക്ടർ പറയുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് മരുന്നുകളൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇടക്കിടക്ക് കൊണ്ടുപോയി ഒന്ന് കൊട്ടി നോക്കി എല്ലാ കാര്യങ്ങളും അറിയും. പിന്നെ സംശയങ്ങൾ വരുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്തു ഇതിന്റെ ഉള്ളിലുള്ളത് എവിടെ എത്തി. അപ്പോൾ പറയും കുട്ടി വളർച്ച കുറവാണ്, അതുകൊണ്ട് ഇത് എടുത്തു കളയണം, അല്ലെങ്കിൽ കുട്ടി വളരാൻ വേണ്ടി നല്ല പോഷക ആഹാര വസ്തുക്കൾ ഉപയോഗിച്ചോളണം, അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ് എടുത്തോളണം, ബെഡ് കാഫി കൊടുത്തിട്ട് റെസ്റ്റ് കൊടുത്തോളണം. അങ്ങനെ വളർത്തിക്കൊണ്ടുവരിക. ആ സ്വഭാവം ഒന്നും അന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല, അന്നുമില്ല. നമ്മുടെ ഒരു 4-10 കൊല്ലം മുമ്പുകൾക്കും അതൊന്നുമില്ല. അപ്പോൾ ഏത് ദിവസം പ്രസവിക്കും എന്നറിയില്ല, എങ്കിലും സമയമായിരിക്കും. ഈ കൂട്ടത്തിൽ അവർ പറഞ്ഞു ഞാനും പോരാജിന്, ആരും മുടക്കിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, അസ്മാ നീ ഞങ്ങളുടെ കൂടെ വന്നാൽ പ്രശ്നമാണ്, വഴിയിൽ വെച്ച് പ്രസവം നേരിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കഷ്ടപ്പാടാണ്. അദ്ദേഹം പറഞ്ഞില്ല. എന്നാൽ നബി തങ്ങൾ ഈ വിവരം പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞോ? ഇല്ല, ആരും പറഞ്ഞില്ല. കൂട്ടത്തിലുള്ള പെണ്ണുങ്ങൾ പറഞ്ഞു അസ്മാ നീ പോന്നു കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ്, വിഷമമാണ്. ആരും പറഞ്ഞില്ല. എന്തിനേറെ പറയുന്നു, പരിശുദ്ധമായിരിക്കുന്ന മദീനയിൽ നിന്നും പുറപ്പെട്ട് 6 കിലോമീറ്റർ 6 മൈലുകൾ ദൂരമെത്തിയതായ അബിയാറലയിൽ എത്തിയതായ സമയത്ത് ബഹുമാനപ്പെട്ട അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ പ്രസവിച്ചു പോയി. അവര് പെറ്റു. എന്തായിരിക്കാം ഒരു പെണ്ണ് പ്രസവിച്ചാലുണ്ടാകുന്ന കുറച്ച് സമയങ്ങളെ കൊണ്ടുള്ള അതിന്റെ വിഷമങ്ങളും അതിന്റെ പ്രയാസങ്ങളൊക്കെ എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതൽ അറിയേണ്ടതില്ല. പുരുഷന്മാർക്ക് ഇപ്പൊ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പെറ്റാലുമുള്ള കുട്ടി ഉണ്ടായാൽ അൽഹംദുലില്ലാ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവരറിയില്ലല്ലോ. നമ്മൾ നാളെ ആരാ പറഞ്ഞല്ലോ നമ്മളെങ്ങനെ ഇപ്പൊ ഇതുണ്ടാവണോ ഒക്കെ അറിയാം, നമ്മൾ ഇവിടെ അല്ലേന്ന്. അതുപോലെ തന്നെ പേരിന്റെ കാര്യം നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, പെണ്ണുങ്ങൾക്ക് അറിയാമത്. അതോടുകൂടെ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഇല്ലാത്ത അവസരങ്ങളും സ്ഥലങ്ങളും പിന്നെ പറയാനുണ്ടോ? എല്ലാവരും അതിന് സഹകരിച്ചു, സഹായിച്ചു. ഇതിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സംഘമായിട്ട് ഹജ്ജിന് പോവാം, പ്രതിബന്ധമുള്ള ആളുകൾക്ക് പോവാം. എന്ത് ചെയ്യണം? കൂട്ടത്തിലുള്ള എല്ലാവരും ഖാദിമീങ്ങളാവണം. സയ്യിദുൽ ഖൗമി ഖാദിമുഹും ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആര് സേവനം ചെയ്താൽ സേവനം ചെയ്തവൻ ആ കൂട്ടത്തിലെ നേതാവാകുന്നു. എല്ലാവരും അവരെ സ്നേഹിക്കുന്നവനാണ്, എല്ലാവരും എന്നെ ബഹുമാനിക്കും. ഞാൻ അവന് വെള്ളം കൊടുത്തത് കൊണ്ട് ഞാൻ താഴ്ന്നു പോകുന്നില്ല, ഞാൻ അവനക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ടോ, ഞാൻ ഇരിക്കാൻ സീറ്റ് കൊടുത്തത് കൊണ്ടോ, അവന്റെ കൈ പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് ഞാൻ ചെറുതായില്ല. അവൻ ആരായി? അവൻ ഉയർന്നു പോയി. മൻ തവാല റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വലഅഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ ഹിക്മത്തുകൾ. അങ്ങനെ എല്ലാവരും വന്നു. പെണ്ണുങ്ങൾ വേണ്ട പെണ്ണുങ്ങളൊക്കെ എല്ലാ ശുശ്രൂഷകളും ചെയ്തു. ആരും പറഞ്ഞില്ല അസ്മാ ഇങ്ങനെ കഷ്ടപ്പെട്ടു, ഈ ഞങ്ങളുടെ കൂടെ വന്നു, ഞങ്ങൾ കഷ്ടപ്പെട്ടല്ലോ, എന്തിനാ നീ പോകുന്നത്, നിനക്കറിയില്ല ഏകദേശം സമയമായതൊക്കെ. ആരും പറഞ്ഞില്ല, എല്ലാവരും ആശ്വസിപ്പിച്ചു. പക്ഷേ അസ്മ കരയുകയാണ്. അസ്മായുടെ കരച്ചിൽ പ്രസവം കഴിഞ്ഞല്ലോ, പിന്നെന്തിനാ കരയണത്? പ്രസവിക്കുമ്പോഴാണല്ലോ കൂടുതൽ ശക്തിയായ ബുദ്ധിമുട്ടുകളും വേദന. അപ്പോഴല്ല കരഞ്ഞത്. പ്രസവിച്ചപ്പോൾ അസ്മാക്ക് കരച്ചിൽ വന്നു, സങ്കടമായി. എന്താ കരച്ചില്? ഈ സംഘത്തിൽ തന്നെ മാറ്റിക്കൊണ്ട് മദീനയിൽ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഹജ്ജ് സംഘത്തിൽ സാധുവായ അസ്മായാവുന്ന എനിക്ക് പോകാൻ കഴിയാതെ വരുമോ എന്നുള്ള സങ്കടമായിരുന്നു.
അസ്മാവിടെ ബേജാറ് പടച്ചവനെ, അള്ളാന്റെ റസൂലിന്റെ കൂടെയുള്ള അവിടുത്തെ ഭാര്യമാരും ധാരാളം സാലിഹാത്തുകളായ പെണ്ണുങ്ങളുടെ കൂടെ പോയി സാധുവായ അസ്മായുടെ ഹജ്ജ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് സങ്കടം കൊണ്ട് കരയുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി വന്നുകൊണ്ട് പറയുന്നു, യാ അസ്മാ ലാ തഹ്സനീ വലാ തബ്കീ. അസ്മാ, എന്തിനാണ് കരയുന്നത്? ഞാൻ നിങ്ങളുടെ കൂടെയില്ലേ, എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് വിഷമിക്കുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആലയായ തമ്പുരാന്റെ നിയമങ്ങൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? ഞാൻ എന്ത് പറയണമെന്ന് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നാൽ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചെയ്താൽ പോരെ അസ്മാ, നിങ്ങൾ വിഷമിക്കണ്ട. മഹദിയായ അസ്മാവി റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടുകൊണ്ട് അതാ സമാധാനിക്കുന്നു, സന്തോഷിക്കുകയാണ്. എല്ലാവരും സഹകരിച്ചു. എല്ലാവർക്കും വലിയ ഒരു സഹതാപം തോന്നി. പടച്ചോനെ, അതിന് വല്ല വിഷമുണ്ടാകുമോ? ഞങ്ങൾക്ക് വിഷമുണ്ടാകുന്നല്ല. നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രയാണമുള്ള ഒരു തള്ള, ഒരു വയസ്സായിരിക്കുന്ന ഒരു ഉമ്മാമുണ്ട്, എന്തിനാ ഈ എണിക്കാൻ വയ്യാതെ തള്ളരെ കൂടെ കൊടുന്ന് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടി കുറെ പെണ്ണുങ്ങളും ആണുങ്ങളും കെട്ടിയലിച്ച് അന്നെ കൊണ്ടോടെ മാറിയത്. മനുഷ്യൻ അവിടെ ഒന്ന് കാത്തുനിന്ന് എവിടെ ഒന്ന് നോക്കിയെന്ന് നമ്മുടെ സമയമാണ് ഈ പോണത്. ഓ, പെണ്ണുങ്ങളെ വലിച്ചെന്ന് നമുക്കൊന്നും പെണ്ണുങ്ങൾ ചേട്ടൊന്നല്ല വലിച്ചിട്ട് കൂടുന്നത്. പെണ്ണുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ? മറ്റുള്ള ആളുകളെ കഷ്ടപ്പെടുത്തരുത്, ആ കാര്യം ശ്രദ്ധിക്കാം. പലരും പറയാറുണ്ട് യാത്രയിലൊക്കെ അവിടെ ഇവിടെ നിന്നിട്ട് ആ പെണ്ണുങ്ങൾ ആ ബാത്റൂമിൽ പോയി അവിടെ കുറെ കാത്തുനിന്ന് ആ പെണ്ണുങ്ങൾക്ക് ഒസ്വാസ ആ ചെങ്ങായി ഇവിടെ പറയുന്നത് വെറുതെ മനസ്സിനെ ചെറ്റിക്കാണ്. നമ്മുടെ സമയം പൊടി, എന്ത് സമയം ഇവിടെ ഇരുന്നു വല്ല സമയം ഓടുന്നു കോടായിടാവലം 2 ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട്. തേടുന്നവർ നിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. നിനക്ക് സമയമില്ല, എന്തല്ല സമയം പോലെയാവുന്നു. മഹാന്മാരായിരിക്കുന്ന ബദരീങ്ങളെ സംബന്ധിച്ച് ബദർ മൗലൂദിലൊക്കെ പറയുന്നത് കേൾക്കാം. അവർക്കൊരുപാട് കറാമത്തുകളുണ്ട്. ഹുമുർരിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹരി ഫീ ഹിമ്മത്തിൻ ബൽസാദത്തുൻ കുബറാ. അവർ ദഹ്റ് പോലെയാണ്, കാലങ്ങളെ പോലെയാ. അപ്പൊ നമുക്ക് സമയമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും യാത്രയിൽ ആർക്കും സംഭവിക്കരുത് എന്ന് പറയാനാ ഈ ആദ്യമായ ചരിത്രം ഞാൻ തുടങ്ങി വെച്ചത്. എന്നും ഓർമ്മയിലുണ്ടാവാനാ. കൂട്ടത്തിലൊരു സംഘമായി നല്ലൊരു ഇബാദത്തിന് വേണ്ടി സംഘടിച്ചാൽ ആ കൂട്ടം ഒരു ജമാഅത്താണ്, ഒരു സംഘമാണ്. യദുല്ലാഹി അലൽ ജമാ, ആ സംഘത്തിന്റെ മേൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണമാകുന്ന സഹായത്തിന്റെ കൈകളുണ്ട്. പേടിക്കേണ്ടതൊന്നുമില്ല. പക്ഷെ എന്താവണം? ശരീരങ്ങൾ അടുത്തിരിക്കും പോലെ, അതുപോലെ വാഹനത്തിന് സീറ്റിൽ ഒട്ടിപ്പിടിച്ചിരിക്കും പോലെ മനസ്സുകളും ഒട്ടിപ്പിടിക്കണം. നമ്മൾ പറയില്ലേ, ഒന്നാലും അടുത്തിരിക്കുക, അപ്പൊ അടുത്തിരുന്നു. ശരീരം ഒട്ടിപ്പിക്കാൻ നമുക്ക് കഴിയും, മനസ്സൊട്ടിപ്പിക്കാനോ അള്ളാഹുവിന് കഴിയും. അള്ളാഹു മുഅല്ലിഫുൽ ഖുലൂബും മുഖല്ലിബുൽ ഖുലൂബും മുസർരിഫുൽ ഖുലൂബും അള്ളാഹു ആകുന്നു. അള്ളാഹുവാണ് ഇതൊക്കെ ഒട്ടിപ്പിക്കുന്നവൻ. മുഅല്ലിഫ്, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിനാ വഅസ്ലിഹ് ദാത്ത ബൈനിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആ, പടച്ചോനെ ഞങ്ങളുടെ കൽബുകൾ നീ ഒന്നിന്ന് ഒരുമിപ്പിക്കണം, ഞങ്ങളുടെ ഇടയിൽ എല്ലാ നിലക്കുള്ള നന്മയും നീ ഉണ്ടാക്കണം, നല്ലതായൊരു ബന്ധവും സാഹചര്യം ഉണ്ടാക്കണം. അങ്ങനെ അസ്മാവി പെറ്റു. പ്രസവിച്ചതായ പെണ്ണിന് വരാവുന്ന രക്തത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. എത്ര കാലം വരേക്കും ഒരു പെണ്ണിന് രക്തം നീണ്ടു നിൽക്കാം നമ്മൾ പറഞ്ഞത്? 90. എത്ര? മാക്സിമം 90. ഏറ്റവും ചുരുങ്ങിയാലോ എത്ര? നിങ്ങളെ ഉസ്താദന്മാരൊന്നും സംസാരിക്കേണ്ടത് ഞങ്ങൾ തമ്മിൽ മതിയത്. നിങ്ങളാരും ഇതിൽ ഇടപെടേണ്ട വിഷയങ്ങളല്ല. അത് ഏറ്റവും ചുരുങ്ങിയത് 40. മാക്സിമം കൂടിപ്പോയാൽ അത് അവർ പറയാനൊരു കാരണമുണ്ട്, വെറുതെ പറയുന്നല്ല. പറഞ്ഞ സഹോദരൻ വളരെ ശരിയാണ് പറഞ്ഞത്. ഒരു പെണ്ണ് പ്രസവിക്കാൻ വേണ്ടി നമ്മുടെ നാടുകളിലൊക്കെ ആണിന്റെ അവിടെ താമസിക്കാൻ നമ്മൾ പറഞ്ഞു, കണ്ണുകാരെ ചൂടാൻ വേണ്ടി പറയുന്നതല്ല. പിന്നെ ആ പെണ്ണിനെ ആ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുക, ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ 90 ദിവസം കഴിഞ്ഞാൽ കൊണ്ടുപോവുക. 90 കഴിയട്ടെ അറിയും. ചില പെണ്ണുകൾ 96 കഴിഞ്ഞോട്ടെ അറിയും, ഒരു 6 ദിവസം കൂടി അവരായിട്ട്. അപ്പോ പുറത്തുള്ളതായ ആണുങ്ങൾ അധികം ഗൾഫിലൊക്കെയാണ് കല്യൊന്നവർക്ക് അറിയില്ലല്ലോ. ഇവര് മനസ്സിലാക്കി എന്താ, ഈ 90 ദിവസം ഈ പെണ്ണ് പ്രസവക്കാരിയാണ്. ആ നിലക്കാണ് ആ സഹോദരൻ ഇത് പറഞ്ഞത്. അയാൾ പറഞ്ഞതിന് യാതൊരു കുഴപ്പമില്ല, വളരെ ശരിയാണ്. പക്ഷേ ഈ പ്രസവിച്ചതായ പെണ്ണിന് ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമത്തിലുള്ളതായ വീക്ഷണം എന്താണ്? എത്ര ദിവസമാണ്? 60 ദിവസമാണ് ഏറ്റവും കൂടിയാൽ, അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? അക്തറുഹു 60 യൗമൻ വഗാലിബുഹു 40 യൗമൻ വഅഖല്ലുഹു മജ്ജ. ഏറ്റവും ചുരുങ്ങിയത് എത്ര? 1 സെക്കൻഡ്. തുപ്പടാ പോയി തുപ്പടാന്നുള്ള അർത്ഥത്തിനല്ല, തുപ്പുന്ന ഇട 1 സെക്കൻഡ്. അപ്പൊ എത്രയാണ് ഇവിടെ സംഭവിച്ചത് അസ്മാ ബീവിക്ക്? അതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കുറെ സമയങ്ങളൊക്കെ നീണ്ടു നിന്ന് മനസ്സിലാവുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കുളിച്ചോ. എന്ത് കുളി? പ്രസവത്തിന്റെ കുളി. ഒരു പെണ്ണിനെ പ്രസവിച്ചാൽ 2 കുളിയുണ്ട് നമുക്കറിയാം. നമ്മളൊന്നിപ്പോ അത് ചിന്തിക്കുന്ന ആളുകളല്ല. ഡോക്ടർ പറയും കുളിപ്പിക്കാൻ പാടില്ല, വെള്ളം തട്ടിക്കരുത്, കുറച്ച് ദിവസം ഒരു മാസങ്ങളോളം തട്ടിക്കാൻ പാടില്ല എന്ന് പറയും. പിന്നെ അതന്നെ പ്രസവത്തിന്റെ ബ്ലഡ് നിന്നാലും അതന്നെ കുളിക്കാതിരിക്കല. പിന്നെ 2 കുളി, പ്രസവിച്ചതിന് വേണ്ടിയുള്ളതായ ഒരു കുളി, വിലാദത്തിന്റെ കുളി. ആ പ്രസവിച്ചതായ കുഞ്ഞ് ഒലോ ബിലാ ബലലിൻ, ബലല് കൂടാതെ പ്രസവിച്ചതാണ്. അതായത് യാതൊരു പശർമയും നനവും കൂടാതെ നല്ല ഉണങ്ങിയ ഒരു കുട്ടി. കുട്ടി ഉണങ്ങിയിട്ടില്ല, ആ കുട്ടിയുടെ നനവില്ലാന്നർത്ഥം. ഉണങ്ങിയ കുട്ടിയാണ്, ജീവൻ ഉണ്ടാവില്ലല്ലോ. ജീവൻ ഇവിടെ പ്രശ്നമല്ല. പിന്നെ ബലല് കൂടാതെ കണ്ടിട്ട് യാതൊരു ഒരു കൊഴുപ്പിന്റെയോ അല്ലെങ്കിൽ നനവിന്റെയോ സഹായം കൂടാതെയാണ് ആ പെണ്ണ് പ്രസവിച്ചതെങ്കിൽ അതിനു വേണ്ടി ഒരു കുളി കുളിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കണം, എന്തിനാ അതിന് കുളിക്കണത്? അത് തഅബ്ബുദിയാണ്. തഅബ്ബുദി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയോട് കൽപ്പിച്ച കാര്യങ്ങൾ കണ്ണടച്ച് അക്ഷരം പറഞ്ഞ് സ്വീകരിക്കുക. അതിന്റെ ചില കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞതാണ്, ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. അതിന്റെ രഹസ്യം നമുക്കറിയണം. നമ്മൾ കുളിക്കുക, പെണ്ണ് കുളിക്കണം. പ്രസവിക്കുളി എന്ന് പറയുന്ന കുളി. ഇനി രണ്ടാമത്തെ കുളിയോ, ആ പെണ്ണിന് തുടർച്ചയായി രക്തം വരുന്നുണ്ടെങ്കിൽ ആ രക്തത്തിന്റെ 3 ഘട്ടങ്ങളിൽ അത് നിന്നാലുള്ളതായ കുളി. അപ്പൊ പ്രസവിച്ച പെണ്ണിന് എത്ര കുളിയായി? 2 കുളി. നിങ്ങൾ കുളിക്കുന്നുണ്ടോ, അവിടെ പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടോ, അത് വേറെ പ്രശ്നം. കുളിച്ചാലും വേണ്ട, കുളിച്ചില്ലേലും വേണ്ടില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കുളിക്കണമെന്നോ? അൽഹംദുലില്ലാഹ് ഖൈറന്നെ. കുളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. നിങ്ങൾ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും നമ്മുടെ വിഷയം ഇതാണ്. കുളിക്കാരിക്കോ? നിങ്ങൾ അത്ര കുളിക്കണ മനുഷ്യന്മാർ ആരാളുള്ളത്? കുളിപ്പിക്കണോരും നല്ല ആൾക്കാരന്നെ, ആരും മോശക്കാരൊന്നുമില്ല. അപ്പോ ഇങ്ങനെയാണ് അസ്മാ ബിബി റളിയല്ലാഹു അൻഹാക്ക് സംഭവിച്ചത്. നബി തങ്ങൾ പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിങ്ങൾ കുളിച്ചോ, എന്നിട്ടോ നിങ്ങൾ ഇഹ്റാം ചെയ്തോ. അപ്പൊ പ്രസവക്കാരിയായിരിക്കുന്ന ഒരു പെണ്ണിന് എന്ത് ചെയ്യാം? അവർക്ക് ഇഹ്റാമിന്റെ നിയ്യത്ത് പ്രകാരമുള്ളതായ കുളി, സുന്നത്തായ കുളി കുളിച്ചു, അതിന്റെ ശേഷമായി ഇഹ്റാം ചെയ്യാം. മെൻസസ് ഉള്ള പെണ്ണിന്റെയും അവസ്ഥ, അവളുടെ വിധിയും ഇത് തന്നെയാവുന്നു. അപ്പോ ഇസ്തഹബു സുന്നത്താക്കപ്പെടുവാൻ യഗ്തസില കുളിക്കുക. എന്തുകൊണ്ട് കുളിക്കുക? ബിനിയ്യത്തിൽ ഇഹ്റാമി, ഇഹ്റാമിന് വേണ്ടിയാണ് കുളിക്കുന്നത്. അതായത് ആദത്ത് ഇബാദത്ത് എന്ന് പറയപ്പെടുന്ന 2 കാര്യമുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ. ആദത്ത് ഇബാദത്ത്. മനുഷ്യന് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആദത്തുകളുണ്ട്. ചില ആളുകൾ അങ്ങനെ ഉണ്ട് എന്ന് വെച്ചോ, അതായത് ഇത് മനുഷ്യർക്ക് സംഭവിക്കാം, എന്നും അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല. ഒരാള് നമ്മൾ നിരാഹാര വൃതം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും അതിൽ പെട്ടവരുണ്ടോ എനിക്കറിയില്ല. നിരാഹാര വൃതം, അതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ ആഹാരം പറ്റി ഉപേക്ഷിക്കുക എന്നുള്ളത്. അതൊന്നുമല്ല, നല്ല തിന്നൊക്കെ ചെയ്യും. പക്ഷെ എവിടെയെങ്കിലും സ്ഥലത്ത് അടഞ്ഞു കൂടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നാ പേരിലൊക്കെ വലിയ സംഗതിയൊക്കെ പറയുന്നത് നിരാഹാര വൃതം. അപ്പൊ ഒരാൾ പ്രഭാതം മുതൽ പ്രദോഷം വരേക്കും, മിനൽ ഫജ്രി ഇലൽ ഉറൂബ് വരേക്കും, അസ്തമാനം വരേക്കും അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു. എന്നാൽ ആ മനുഷ്യനെ സംബന്ധിച്ച് ആരെങ്കിലും ഒരാൾ നോമ്പുകാരനാണെന്ന് പറയോ? എന്തേ കാരണം? നിയ്യത്തില്ലാന്ന്. അപ്പൊ ആ ഭക്ഷണം ഉപേക്ഷിക്കാവുന്ന ഒരു സ്വാഭാവികമായ സംഗതി വന്നാൽ തന്നെ നിയ്യത്തില്ലാത്തത് കൊണ്ട് അത് ആദത്തായി, നിയ്യത്ത് ഉണ്ടായെങ്കിൽ അതൊരു ഇബാദത്തുമായി. അപ്പൊ കുളിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഒഴിച്ച് കുളിക്കാത്തവർ ഇതിൽ ആരും ഉണ്ടാവുകയില്ല. നിങ്ങൾ എല്ലാവരും കുളിക്കും. എന്റെ കാര്യം എനിക്കറിയാലോ. ഓക്കാ. പിന്നെ നിങ്ങൾ കുളിക്കും. എന്ന് ജോലിക്ക് പോകുമ്പോൾ കുളിക്കും, കച്ചവടക്കാരെ കടയിലേക്ക് പോകുമ്പോൾ കുളിക്കും, മറ്റുള്ള ഡ്യൂട്ടിക്കാർ അതിന് പോകുമ്പോൾ കുളിക്കും. മിക്ക ആളുകളും വന്നാലും ഒരു കുളി കുളിക്കും. അത്ര പരിശുദ്ധവാന്മാരാ. ഈ കുളി ഇത് ആദത്താണ്. അതായത് ഒരു സ്വാഭാവികമായിട്ട് ഒരു അംഗശുദ്ധി അല്ലെങ്കിൽ ശരീരശുദ്ധി, നവാഫത്ത് എന്നതിന് പറയും. അതിന് ഒരു ഇബാദത്താക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടാകും. വെള്ളിയാഴ്ച നമ്മൾ എന്ത് ചെയ്യുക? ജുമാക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് കുളിക്കുക. അതും സാധാരണ ഇന്നലെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴുള്ള കുളി പോലെ കുളിച്ചാൽ അതെന്താവുകയില്ല, ഇബാദത്താവുകയില്ല. പിന്നെന്താവണം? ഞാൻ ജുമാക്ക് പോകാനും വേണ്ടി കുളിക്കുകയാണ് എന്നുള്ളതായിരിക്കുന്ന നിയ്യത്ത് ഉണ്ടാവണം. അപ്പോൾ അത് ഇബാദത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ലു യൗമിൽ ജുമുഅത്തി വാജിബുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. യൗമുൽ ജുമുഅയിൽ കുളിക്കുക എന്നുള്ളത് അത് വാജിബുൻ അലാ കുല്ലി മുസ്ലിമീൻ. ഒരു റിവായത്ത് പ്രകാരം വാജിബുൻ ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമീൻ. എല്ലാ ജുമുഅക്ക് മുഹ്തലിമിൻ, മുസ്ലിം എന്ന മുഹ്തലിമിൻ, അതായത് പ്രായപൂർത്തിയായിട്ട് ജുമാക്ക് പോകുന്ന എല്ലാ പുരുഷന്മാർക്കും കുളിക്കുവാനുള്ള കാര്യം അത് വളരെ കടപ്പെട്ടതാണ്. അത് ഉപേക്ഷിക്കരുത്. ചില ആളുകൾ ആ വുജൂബ് ഐനിയാ യൂജുബന്നാക്കി വെച്ചു, ചിലർ മുഅക്കദായ സുന്നത്താണ്. അങ്ങനെ വന്നപ്പോൾ ഹദീസിന്റെ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ എത്രത്തോളം പറഞ്ഞു, ജുമാക്ക് പോകാൻ ഇടിഞ്ഞ സമയമാണ്, വെള്ളം ഇഷ്ടം പോലെ കുളിക്കാൻ സൗകര്യപ്രദമായില്ല എങ്കിൽ ജുമാ കഴിഞ്ഞ് വന്ന് അസ്തമാനത്തിന്റെ ഉള്ളിലെങ്കിലും ജുമാ ദിവസത്തിലുള്ള കുളി കുളിച്ചാൽ ആ കുളി നിർബന്ധമാണ് എന്ന് ഏൽപ്പിച്ച ഏൽപ്പനയിൽ നിന്ന് ഒഴിവാകുകയും പ്രതിബന്ധം കൊണ്ടാണ് കുളിക്കാതിരുന്നെങ്കിൽ എന്റെ കൂലി മോന് കിട്ടുമെന്ന്. അത്ര ഗൗരവമുള്ള സംഗതിയാണ്.
അപ്പൊ ഇങ്ങനെ ഒരുപാട് ആദത്തുകൾ നമുക്കുണ്ട്, അതെല്ലാം ഇബാദത്താക്കണം. അതുപോലെ തന്നെയാണ് പരിശുദ്ധമായിരിക്കുന്ന ഇഹ്റാമിന്റെ മുമ്പുള്ള കുളി. അത് നിയ്യത്തോടുകൂടെയാണോ കുളിച്ചതെങ്കിൽ ആ കുളി എന്തായി? അതൊരു ഇബാദത്തായി. ആ ഇബാദത്ത് പൂർണ്ണമാക്കാൻ പറ്റാത്തവരിൽ നിന്നും ആ കുളിക്കാം. അതാണ് പ്രസവക്കാരിയായ പെണ്ണിന് നിസ്കരിക്കാൻ പറ്റുകയില്ല, പള്ളിയിലേക്ക് പ്രവേശനമില്ല, ഖുർആൻ ഓതാൻ പറ്റുകയില്ല, ഭർത്താവുമായുള്ള സുഖാനുഭവത്തിന് അനുവദനീയമല്ല, കഅബ തവാഫ് ചെയ്യാൻ പറ്റുകയില്ല, നിഷിദ്ധമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുസാഹിഫ് ചുമക്കാൻ പറ്റുകയില്ല, ഖുർആൻ ഓതാൻ ഖുർആൻ എന്ന ആ ഉദ്ദേശപ്രകാരം ഒരു ഹർഫ് പോലും ഒഴിയാൻ പറ്റുകയില്ല. ഖുർആന്റെ ചില പ്രത്യേകമായ ദിക്റുകളുണ്ട്. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. വാഹനത്തിൽ കയറുമ്പോൾ എന്താ പറയാ? നല്ല സുഖമുള്ള സീറ്റ്, അന്തസ്സായിട്ട് കിടന്നുറങ്ങാം. കാശ് മുതലായിട്ടാ വണ്ടി കയറിയേക്ക് നമ്മളത് പറഞ്ഞിട്ടല്ലേ ഇരിക്ക. അവർക്ക് പ്രാക്ടീസിന് വേണ്ടിയാണല്ലേ നമ്മളതൊക്കെ അന്വേഷിക്കണത്. നമ്മൾ പറയാൻ പറ്റുമോ? ഇതൊരു കുട്ടികളല്ലേ ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിപ്പിക്കുന്ന സമയത്ത് ചെറിയൊരു മാറ്റം എനിക്കുണ്ടാവും. ഇത് കഴിഞ്ഞ് ഞങ്ങളെ കാണാൻ ഏറ്റവും താഴ്ന്ന ഒരാളാണ്. അതേ സമയത്ത് ഇപ്പൊ നിങ്ങൾ കുട്ടികളാവണം. പറഞ്ഞത് ആ ചോദിക്കുമ്പോൾ അറിയുന്ന വേഗം പറയുക. ഈ തൽബിയത്ത് ചെല്ലുക എന്നുള്ള വാക്കുണ്ടല്ലോ, അത് ഹജ്ജിന്റെ ആവശ്യത്തിനല്ലാതെ ചെല്ലൽ കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ. ഇപ്പൊ നല്ലതല്ലാന്നാ. ഹജ്ജിന്റെ ആവശ്യത്തിന് വേണ്ടി അത്ര മഹത്തായ ഒരു പ്രതികരണമാണ് ഈ തൽബിയത്ത് എന്ന് പറയുന്ന മഹത്തായ വാക്ക്. അതിന്റെ അർത്ഥമൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ നമ്മൾ വന്നേക്കും. പിന്നെ തീരുമ്പോഴൊക്കെ ഓതുന്നതിനാ നിങ്ങൾക്കത് പ്രാക്ടിക്കൽ വരാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം. മാനത്തിക്കറിയാൻ എന്താ ഓതണ്ട്? അങ്ങനെ മന്ത്രിച്ചു ഊതിയാണ് ഇവിടെ മന്ദിരം തന്നെ പാടില്ല പറഞ്ഞാൽ ഈ ലോകത്ത് താമസിക്കണം. നിങ്ങൾ ഇന്ന മന്ത്രിച്ചു ഊതാൻ വേണ്ടി എന്താണ് കേട്ടാൻ ശരിയാവില്ല. വർക്കർ പറയും. ഇല്ല മുങ്കലിമോ ജസാക്കുമുല്ലാഹു ഖൈർ. അപ്പോ അങ്ങനെ നമ്മൾ പറയാം. അതൊരു ഹൈലുകാരിയായ പെണ്ണിന്, അതുപോലെ പ്രസവക്കാരിയായ പെണ്ണിന്, ജനാബത്ത് കുളിക്കാത്ത ആൾക്ക് ഇത് ദിക്റ. അതേ സമയത്ത് ഖുർആനിൽ ഒരു ആയത്താണ്. ആ വായിക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതുപോലെ വല്ല കഷ്ടപ്പാടിലും വല്ല വിഷമങ്ങളൊക്കെ എത്തിയ സമയത്ത് ഒരു മരണത്തിന് സാധാരണ നമ്മൾ പറയലുള്ളത് പറ്റുകയില്ല. വല്ല മുസീബത്ത് എത്താണ്. ഖുർആൻ പറഞ്ഞെന്താ? ഫബശ്ശിരില്ലദീന എന്താ അതിന്റെ മുമ്പ് പറഞ്ഞ ആയത്തെന്താ? ഫബശ്ശിർ അല്ലദീ വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്തി വബശ്ശിരി സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറെ ഗുണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ട് പറയാ. എങ്ങനെയുള്ളതായിരിക്കുന്ന സാബിരീങ്ങളാണ്? ഇദാ അസാബത്തുഹും മുസീബ, അവർക്കൊരു വിഷമം എത്തിയാല് ഖാലൂ അവർ പറയുന്നതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം മുൽക്ക് ഹൽക്ക് അബ്ദുന, ഞങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതാണ്. എന്തുകൊണ്ട്? അവന്റെ അധികാര പരിധിയിലാണ്, അവന്റെ സൃഷ്ടിപ്പുകളാണ്, അവന്റെ ഉടമയിലുമാണ് ഞങ്ങളൊക്കെ ഉള്ളത്. അവന്റെ അടിമകളാണ്. അവന്റെ അധികാരത്തിലും അവന്റെ ആധിപത്യത്തിന്റെ കീഴിൽ മാത്രമേ ഞങ്ങൾക്ക് വളരാൻ, ഞങ്ങൾക്ക് അനങ്ങാൻ, ഞങ്ങൾക്ക് അടങ്ങാൻ, ഞങ്ങൾക്ക് ആശ്വസിക്കാൻ, ഞങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. വളരെ അർത്ഥമുള്ളതായിരിക്കുന്ന പദങ്ങളാണ് അല്ലാഹു തആല ഉപയോഗിക്കുന്നത് മുഴുവനും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മാ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഇത് വിഷമത്തുമ്പോ പറയണം. നമ്മൾ മരിച്ചാലാണ് അധികം ആളുകളും പറയല്. ആരെങ്കിലും മരിച്ച് അള്ളാഹ് മരിച്ചോ അടച്ചോനെ ഞാൻ ഇന്നലെ കണ്ടു പിരിഞ്ഞിട്ടുള്ളൂ, അത് പിന്നെ നമുക്ക് പറയാം. സഹതാപം നമുക്ക് പിന്നെ പറയാം. പക്ഷെ അത് കേട്ട പാട് എന്താവണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പഠിച്ചവനെ, ആ സഹോദരൻ ഇന്നലെ മരിച്ചെന്ന് കണ്ടവനാണെങ്കിൽ ഇന്ന് എന്റെ അവസ്ഥ എന്താണെന്നിലേക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നതിന് ശേഷമായി അയാൾക്ക് വേണ്ടി സഹതാപം പറയുകയും അള്ളാഹുകൾക്ക് മഗ്ഫിറത്ത് നൽകട്ടെ എന്നും കൂടി നമ്മൾ കൂട്ടിപ്പറയലൊക്കെ അതുമായുള്ള കടപ്പാടിന്റെ നിർവഹണമാകുന്നു. അപ്പോഴും നമ്മൾ തന്നെയാണല്ലോ പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാബിയും കൂടി ഇരിക്കുന്ന സമയത്ത് ആ വീട്ടിൽ കത്തിച്ച് വെച്ചതായിരിക്കുന്ന ഒരു തിരിവിളക്ക് കെട്ടുപോയി. തിരിവിളക്ക്, സാധാരണ തിരിവിളക്ക് എന്നൊക്കെ ചില മുമ്പൊക്കെ പള്ളിയിൽ കരണ്ട് വരുന്നതിന്റെ മുമ്പ് നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന പഴയ പള്ളികളിലൊക്കെ നിലവിളക്ക്. ഇപ്പൊ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഈ നിലവിളക്കുകളൊക്കെ മുസ്ലിമീങ്ങളുടെ കല്യാണത്തിനോ അതുപോലെ ഉദ്ഘാടനത്തിനും മറ്റത് കാര്യങ്ങൾക്കൊക്കെ നിലവിളക്ക് കൊണ്ടുപോയിട്ട് എന്തോ ഒരു കർമ്മങ്ങളോ ഒരു പൂജകളോ ഒരു പൂവിടലോ ഒരു മുത്തലോ ഒരു തൊഴുകലൊക്കെ മുസ്ലിമീങ്ങളൊക്കെ ആചരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അതിനൊരു ക്ലാസ് എടുക്കാൻ കഴിയില്ലല്ലോ. ചില ആളുകൾ അതൊക്കെ വലിയ ആചാരമായിട്ട് അത് മുഴുവനും അതാണ് ഈ ശിർക്ക്. നീ പഹന്മാര് പറഞ്ഞ ശിർക്കതാ. മറ്റേ കൗമ് പറഞ്ഞ ശിർക്ക് ശിർക്കെന്ന് അല്ലാതെ മൗലൂദ് ഓതിയതും ശിർക്കെന്ന് പോലും നിശ്ചയില്ലാതെ പോലും ചിന്തിക്കാതെ പറയണം. നമ്മൾ എന്താ ഓതുന്ന അവർ കാണുന്നില്ലല്ലോ. അവർ പറയണത് ഈ നിലവിളക്ക് കൊണ്ടുപോവുക, അതിനെ സുജൂദ് ചെയ്യുക, അതൊക്കെ മുസ്ലിമീങ്ങളുടെ ആചാരത്തിന്റെ മുമ്പിൽ കൊണ്ടു നടന്ന് അതിനെന്ത് ചെയ്യുക? പൂജകർമ്മത്തിനോട് ബന്ധപ്പെടുത്തുക. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നബി തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതൊന്നും മുസ്ലിമീങ്ങൾക്ക് ചേർന്നതല്ല.
മുസ്ലിമീങ്ങളെ മുനാഫിക്കുകൾ നമ്മുടെ ചർച്ചയിൽ നിന്നോ ഉറപ്പെട്ടു പോയി മുസ്ലിമീങ്ങളെ പിന്നാലെ പോയതല്ലേ, പിന്നെ അതേക്കുറിച്ച് നമുക്ക് പറയാനൊന്നുമില്ലല്ലോ. അറിവിന്റെ അഭാവത്തിലാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഹിന്ദുക്കൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെ ആസ്പദമാക്കിയിട്ട് അവരോട് കിടപിടിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾക്കൊരു പ്രവർത്തനം ഒന്നിലുമില്ല. എവിടെങ്കിലും ഉണ്ടെങ്കിൽ പറയും, അവരോട് കിടപിടിക്കുക എന്ന വിശ്വാസപ്രകാരം നമുക്കൊരു പ്രവർത്തനമില്ല, എവിടെ നോക്കിയാലുമില്ല. മുസ്ലിമീങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു ഓണം കഴിക്കലുണ്ട്. നമ്മൾ ആരെങ്കിലും ഓണം കഴിക്കലുണ്ടോ? അന്ന് നമ്മൾ ഓണം കഴിക്കാന്ന് എന്ത് ഓണമെന്ന് നമ്മൾ കോണെടുക്കല കളിക്കലത് പരിപാടിയില്ല. അവരുടെ അമ്പലത്തിൽ ഒരു ഉത്സവമൊക്കെയാണ് നമ്മുടെ വീട്ടിലൊരു മൗലൂദ് ഓതുക. എന്നാൽ ആ ഉത്സവത്തിനോട് സാമ്യമാക്കുന്ന ഒരു വിശ്വാസപ്രകാരമാണ്. അതേ സമയത്ത് ഇവിടെ മങ്ങാട്ടച്ചനും കുഞ്ഞായി മൊല്ലിയർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. ഓരോ ബൈക്കിന് പോവുക, മങ്ങാട്ടച്ചൻ പോയിട്ട് എന്ത് ചെയ്തു, ഒരു തീർത്താവിനെ തൊഴുതു. തീർത്താവൊക്കെ തൊഴുതിട്ടൊക്കെ അവിടെയൊക്കെ മുത്തിയതിനെ വേണ്ട വരകല്ല് വേണ്ട സ്ഥലത്തൊക്കെ എത്തിച്ചു. അപ്പൊ ഇനി മങ്ങാട്ടച്ചനൊന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞായി മൊല്ലിയർ മുമ്പ് വലിയ ചങ്ങായിയാണ്, അദ്ദേഹം ഒരു വലിയാണ്. കുഞ്ഞായി മൊല്ലിയർ എന്ന ആൾ വലിയാണ്. നവർ അല്ലാഹു മർക്കദഹു, മഹദൂം തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്. പക്ഷെ ചരിത്രങ്ങൾ ഉണ്ടാവണം, ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ വേണ്ടേ. അപ്പൊ ഈ മങ്ങാട്ടച്ചനെ ഒന്ന് പെടുത്തണല്ലോ. അതിന് മൂപ്പരെന്ത് ചെയ്ത് കുറെ ആണ് പോയപ്പോ കൊടിത്തൂവാറിന് സാധനല്ലേ, മനസ്സിലാകണ്ട കൊടിത്തൂവാർ? അല്ലാതെ ശരീരത്തിലായിട്ടുണ്ടെങ്കിൽ ആകെ ചൊറഞ്ഞിട്ട് കഥായി. അപ്പൊ മൂപ്പരെന്ത് ചെയ്ത് ഈ സാധുവിനെ കൊടുക്കാൻ വേണ്ടി അതിന്റെ അടുത്ത് ചെന്നിട്ട് അതൊക്കെ അവിടെ ഒന്ന് പിടിച്ചിട്ട് ഇവിടെ കൊടുക്കുന്ന ആക്കിയപ്പോ മൂപ്പരെന്ത് ചെയ്തു, ഈ കുഞ്ഞാമുജേരനെ തോൽപ്പിക്കാൻ വേണ്ടി മങ്ങാട്ടച്ചൻ അത് മൂക്കിലും അതുപോലെ വേണ്ട സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് തേച്ചു. എന്തായിരിക്കും പിന്നെ അവിടുത്തെ അവസ്ഥ? ഇത് അവരോട് സാമ്യമായതല്ല. ഇതൊക്കെ ചൊറിഞ്ഞ ആകെ ചൊറിഞ്ഞാ പിന്നെ എന്തുണ്ട്, അത് സാധാരണ ചൊറിച്ചില്ലല്ലോ, കൊടിത്തോടെ ചൊറിച്ചില്. ചൊറിഞ്ഞാ പിന്നെ ഒക്കെ അഴിച്ചിട്ടിട്ട് ചൊറിച്ചിലും ഓടലും ഒക്കെ അല്ലേ. താടിയുമ്പോ തീ പിടിച്ചാൽ പിന്നെ എന്തായി, അത് കെടുത്താൻ കുളത്തിലാക്കാൻ എൻ്റെ എവിടെയും പോയി ചാടലല്ലേ. അതേ സമയത്ത് ഒരാൾ പറയാം അവിടെ നിൽക്കിന്റെ സിഗരറ്റ് ഒന്ന് പിടിപ്പിക്കട്ടെ, അത് നിൽക്കുവോ? ഇയാളെ താടിന്റെ മുകളിൽ തീ പിടിച്ചു. ഞാനിങ്ങനെ എത്തി കെടുത്താൻ വേണ്ടി ഓടുമ്പോൾ ഒരു സിഗരറ്റ് നിൽക്കുന്നവർ അവർ ചങ്ങായി പറഞ്ഞു, ചങ്ങായി ഒന്ന് നിൽക്കണോ, ഒന്ന് എത്തിക്കട്ടെ. എവിടെ നിൽക്കാനാ, കൂട്ടാക്കില്ല, എന്ത് സ്വർണ്ണം നിൽക്കില്ല, അവിടെ തടിയാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള സ്വഭാവ രീതികൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ ഈമാന് നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകും. തുലാഭാര അർപ്പിച്ചാലും വേണ്ടില്ല. ഞാൻ നാളെ പറഞ്ഞില്ലേ, ഗുരുവായൂരപ്പൻ കരയണത് നരകം പേടിച്ച് കരയണതല്ല, ആള് കുറഞ്ഞുകൊണ്ട് ഇവര് കരയുന്നതല്ല. മൂപ്പർക്ക് സ്വയമായി എന്നും കരച്ചിലാണ്, ദുഃഖമാണ്, സന്തോഷത്തിന്റെ സമയമില്ല. കാരണം അതിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ അടിവാരത്തിൽ വെണ്ണകൾ കൊടുന്ന് ഒരുപാട് നിറച്ചു വെച്ചിട്ട് മറ്റൊരു ഭാഗത്ത് ചൂടാക്കുമ്പോൾ ആ വെണ്ണ ഉരുകിയിട്ട് മൂപ്പരെ കണ്ണിൽ കൂടെ അങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ പിന്നെ കരച്ചിൽ വെക്കുവോ ഈ ചൂടുള്ള കാലത്തോളം? അപ്പൊ അതിലൊന്നും ആരും ചതിപെട്ടു പോകണ്ട. ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അള്ളാന്റെ റസൂലും ആയിഷ റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീടുകളിൽ അന്നത്തെ വീടുകളൊക്കെ അങ്ങനെ ആയിരുന്നു. അതാണ് രാത്രിയിൽ കിടക്കുന്ന സമയത്ത് വിളക്ക് കെടുത്തി കിടക്കൽ സുന്നത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വിളക്ക് കെടുത്തിട്ട് കിടക്കണം. എന്തിനാ കിടത്തുന്നത്? അത് ആ കാലഘട്ടത്തിൽ അധികവും ഏതാത് ജെയ്ത്ത് പോലെയുള്ളതായ എണ്ണകൾ ഒഴിച്ച് ഇങ്ങനെയുള്ള നിലവിളക്കുകൾ തട്ടുവിളക്കുകളിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കത്തിക്കലായിരുന്നു. അത് കെടുത്താതെ കിടന്നാല് വീടുകളാണെങ്കിലോ ഇന്നത്തെ പോലെയുള്ള ടെറസിന്റെ വീടുകളോ മാർബിളിന്റെ വീടുകളൊന്നും അല്ല. ഇത് ദജ്ജാല് വന്നാലും കേടേറില്ല, ഇസ്രാഫീൽ ഊതിയാലും പൊട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ സംശയം. അത്ര നിൽക്കട്ടെ, ഓരോരോ രാജ്യത്തൊരു വീട് പണിയാവാതെ പകുതിയാക്കി ഇട്ടുക, കാശൊക്കെ തീർന്നു. ഇപ്പൊ ആളെന്നെ ഒളിച്ചുകൂടി പോയിരിക്കണം. ആരായാലും താമസിക്കുക? അത് ആരോ അള്ളാഹു പോയാലോ, അത് ദജ്ജാല് താമസിക്കാനുള്ളതാണോ അതിലെന്തിനൊന്നറിയില്ല. അത്ര വലിയ ശക്തിയുള്ള വീടുകളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന വീടുകൾ ഈത്തപ്പനയുടെ മട്ടലുകളെ കൊണ്ടിട്ടും അതിന്റെ തടികളെ കൊണ്ട് ഉണ്ടാക്കിയതായ വീടുകൾ. മുമ്പൊക്കെ മദീനയിൽ ഏകദേശം ഒരു 76-80 വരെയൊക്കെയുള്ളതായ കാലത്ത് ഇന്ന് പരിശുദ്ധമായ മദീനയുടെ പരിസരത്ത് കാണുന്ന മൈതാനമാകുന്ന നിസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ മുഴുവനും വീടുകളായിരുന്നു. ബാബുസലാം എന്ന് പറയപ്പെടുന്ന 1ാം ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് കടന്നാൽ അതാര് വീട്ടിലേക്ക് കടന്ന് താമസിച്ചതായ അനുഭവം കൂടിയുണ്ട്. പക്ഷേ ഫാൻ അവിടെ ഉണ്ടെങ്കിലും ഇട്ടാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, മലർന്നു എടുക്കാനും പറ്റുകയില്ല. കാരണം മീത മുഴുവനും മണ്ണ് കൂട്ടിക്കൊണ്ട് തേമ്പി വെച്ചതായതുകൊണ്ട് ഈ ഫാൻ ശക്തിയായി തിരിയുമ്പോൾ ആ തൂണുകൾ ഇളകിക്കൊണ്ട് മണ്ണുകൾ വായിലേക്കും ഭക്ഷണത്തിലേക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ വീടുകളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ കാലത്ത് അതുകൊണ്ട് വിളക്കി കെടുത്തി കിടക്കണം. അല്ലെങ്കിൽ എലികൾ ഈ എലി മറ്റിന്റെ പ്രാണികളൊക്കെ ഇത് കടിച്ചു കൊണ്ടുപോയിട്ട് ഏതെങ്കിലും വല്ല വീടിന്റെ മുകളിലോ ചുമരിന്റെ മുകളിലോ വെച്ചാൽ നിങ്ങളുടെ വീടുകൾ കത്തിപ്പോകുന്നതാണ്. അതാണ് ഇതിന്റെ തുടക്കമുണ്ടായത്. ആ തുടക്കത്തെക്കുറിച്ച് ഇന്നിപ്പോ ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ആയാൽ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളക്ക് കെടുത്തൽ നല്ലതാണ്. ഒരു ഇത്തിബാ, ഇതൊക്കെ ഇപ്പൊ താൽക്കാലികമായ സൗകര്യങ്ങൾ, ഇതൊക്കെ ഉപദ്രവമായി കാണുന്ന ലൈറ്റ് കറണ്ട് ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചൂടാക്ക, തണുപ്പിക്ക, എല്ലാ സൗകര്യങ്ങളും ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇത് ഭയങ്കര അപകടകാരിയാണല്ലോ. ഈ ഉപകാരത്തിനനുസരിച്ച് ഉപദ്രവം ഉണ്ടാകും. വെറുതെ ഒന്നാണ് കൈയ്യങ്ങട് വെച്ചു കൊടുത്താൽ പീസടിച്ചു പോയി. അത്ര വലിയ ഉപകാരം ഉണ്ടെങ്കിൽ തന്നെ അത്രത്തോളം ശക്തിയായ ഉപദ്രവങ്ങളുണ്ട്.
വിളക്ക് കെടുത്തി കിടക്കുക. പെണ്ണുങ്ങൾക്കെല്ലാം അറിയാമെങ്കിൽ ഒന്നുകൂടി മനസ്സിലാക്കുക, കിടക്കുന്ന സമയത്ത് വിളക്ക് കെടുത്തി കിടക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന തിരിവിളക്ക് അങ്ങോട്ട് കെട്ടുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊരു നിസ്സാരമായ കാര്യമാണല്ലോ നമ്മളെ സംബന്ധിച്ചും. ആയിഷ ബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താ സംഭവിച്ചത്? ആയിഷ, ഒന്നും സംഭവിച്ചില്ല, നമ്മുടെ വിളക്ക് കെട്ടുപോയി. ഒരു വിളക്ക് കെട്ടതിനൊക്കെ ഒരു ഇന്നാ ലില്ലാഹി പറഞ്ഞാൽ പിന്നെ എന്താ അതിന്റെ അവസ്ഥ? ഹബീബാ നബി തങ്ങളുടെ മറുപടി, ഒരു മുസ്ലിമായിരിക്കുന്ന ഒരു മനുഷ്യന് പ്രയാസകരമായിട്ട് എന്ത് സംഭവിച്ചാലും അത് ചെറുതോ വലുതാവട്ടെ, അവിടെ പറയാനുള്ളൊരു വാക്കാണ് ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വ മഗ്ഫിറ. അങ്ങനെ പറയുന്ന ആളുകളുടെ മേലിൽ അള്ളാഹുവിന്റെ അപാരമായ ഒരുപാട് റഹ്മത്തുകളുണ്ട്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തുകളുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നല്ലവര്, അവരാണ് സന്മാർഗികള്. ചെറിയൊരു കാര്യമാണ് പറഞ്ഞത്, പക്ഷേ അവരെ കുറിച്ച് എന്തെല്ലാം പുകഴ്ത്തുകളാണ്, എന്തെല്ലാം പുകഴ്ത്തലുകളും പ്രശംസകളുമാണ് അള്ളാഹു ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് പെണ്ണുങ്ങളെ, നിങ്ങൾ പ്രത്യേകമായി ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നമ്മൾ ചെയ്യാനുള്ള ഏത് വിരോധിക്കപ്പെട്ട ഘട്ടങ്ങളിലും ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ ആവാം, അല്ലാത്തതായി ഒന്നും പറ്റുകയില്ല. അതേ സമയത്ത് ഇഹ്റാമിന് വേണ്ടിയുള്ളതായിരിക്കുന്ന കുളി അവർക്ക് കുളിക്കാം, ഇഹ്റാം ചെയ്യാം. പക്ഷേ ഇഹ്റാം ചെയ്തിട്ട് പരിശുദ്ധമായ മക്കയിലെത്തിക്കൊണ്ട് അവൾക്ക് ഈ വിരോധിക്കപ്പെട്ടതായ കാരണങ്ങളൊന്നും നിന്നും രക്ഷപ്പെട്ടില്ല, ഒഴിവായില്ല എങ്കിൽ അവൾ കാത്തു നിൽക്കണം തവാഫ് ചെയ്യാൻ വേണ്ടി. തവാഫ് ബി മഖാമി സ്വലാഹ്, നിസ്കാരം പോലെയുള്ള ഒരു അമലായതുകൊണ്ട്, അതിന്റെ സ്ഥാനത്തിലുള്ള ഒരു അമലായതുകൊണ്ട് അതിന് ത്വഹാറത്ത് ഷർത്താണ്. ത്വഹാറത്ത് എന്നുള്ളതിൽ നിന്ന് ഒഴിവാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങൾ പലതും ഉണ്ട്. അതിൽപ്പെട്ടൊരു കാരണമാണ് വലിയ ശുദ്ധി, അതുപോലെ പ്രസവ, മെൻസസ് പോലെയുള്ളതായ കാര്യങ്ങൾ. അതുകൊണ്ട് ഹൈലുകാരിയായ പെണ്ണിനും പ്രസവക്കാരിയായ പെണ്ണിനൊക്കെ ഇഹ്റാം ചെയ്യുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. അതിന്റെ മുമ്പ് കുളിക്കുക അതൊരു പ്രധാനമായ സുന്നത്താകുന്നു. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എൻ്റെ മുമ്പ് എഴുതി വെച്ചതുകൊണ്ടൂടെ. നിസ്കാരം ജമ്മ് കസറാക്കാൻ ഹലാലായിരിക്കുന്ന യാത്ര ആകണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുകൂലങ്ങൾ അനുവദിക്കണമെങ്കിൽ യാത്ര അള്ളാഹു തൃപ്തിപ്പെടുന്നൊരു യാത്ര, അവൻ അനുവദിച്ചൊരു യാത്രയാവുക. കടം കൊണ്ട് നിവൃത്തിയില്ലാതെ ജനങ്ങൾ മുങ്ങുന്ന സമയത്ത് നിസ്കാരത്തിൽ ജമ്മ് കസർ പറ്റുമോ? ജനങ്ങൾ മുങ്ങിയറിയാൽ വെള്ളത്തിൽ മുങ്ങിയതോ ഭൂമിയുടെ അടിയിലേക്ക് താഴ്ന്നതോ ഇവിടുന്ന് രക്ഷപ്പെട്ടതോ കടം എങ്ങനെ വന്നു എന്ന് ചിന്തിക്കാതെ ഈ കടത്തിന്റെ അതിന്റെ സബബിലേക്ക് ചിന്തിക്കണം. കടം കൊണ്ട് അത് വിഷമിച്ചു, കഷ്ടപ്പെട്ടു, വീട്ടാൻ മാർഗമില്ല, മുങ്ങി, ഓടി, ഒളിച്ചു, ചാടി, എല്ലാം ഒന്നു തന്നെയാണ് അർത്ഥം. മുങ്ങിയതിന് മുങ്ങിയെന്ന് ഇവിടെ അർത്ഥമില്ലല്ലോ. എന്നാൽ ഈ കടത്തിന്റെ ഉത്ഭവം എന്തായിരുന്നു എന്നാ? അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു മാർഗത്തിൽ ശരീരത്തെ രോഗത്തിന് ചികിത്സിക്കാനോ, ഭക്ഷണം കഴിക്കാനോ, ഒരു അനുയോജ്യമായ ഒരു വീട് നിർമ്മിക്കുവാനോ, മക്കളെ പോറ്റുവാനോ എന്തിനു വേണ്ടി കടം വാങ്ങി? ഇതൊക്കെ നമുക്ക് ഒരു അനുവദിച്ചൊരു കടമാണ്. ആ കടം വീട്ടാൻ വഴിയില്ലാതെ വന്നാൽ ആ മനുഷ്യനെ സംബന്ധിച്ച് ശരിയായ കുറെ അനുകൂലങ്ങളുണ്ട്. അതെന്താ? ഓന് പള്ളിക്ക് ജമാഅത്തിന് വന്നാൽ കടക്കാൻ അവിടെ വെച്ച് കണ്ടാല് കടം ചോദിച്ചു ഓന് വിഷമിപ്പിക്കും, അല്ലെങ്കിൽ ഓന് വഷളത്തരമാണ്, ഒരു അഭിമാനമുള്ള വ്യക്തി ആയതുകൊണ്ട് അങ്ങോട്ട് പോലും വരണ്ട. അപ്പോൾ ഓന് തൃപ്തി അനുകൂലങ്ങൾ അവിടെ ഉണ്ട് എന്നർത്ഥം. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോലും വരണ്ട, അത്രയും കടങ്ങളെ കൊണ്ടൊക്കെ വിഷമിച്ചത് അയാള്. അതേ സമയത്ത് അനധികൃതമായി കടങ്ങൾ വാങ്ങി വലിയൊരു കൊട്ടാരം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അടുത്ത അയൽവാസിയെ ഭൂമി വിൽക്കാന്ന് കേട്ടപ്പോൾ കുറച്ച് പൈസ ഒക്കെ കടം വാങ്ങി, അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് ഇവിടുന്ന് പോയി, എന്നിട്ട് വലിയ ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ ബാർ ഷാപ്പുകളോ ജോറ് ഷാപ്പുകളോ അതല്ലെങ്കിൽ ബാങ്കുകളോ അല്ലെങ്കിൽ കുറെ ലോഡ്ജുകളൊക്കെ ഉണ്ടാക്കി അതിൽ ഇവിടെ കുറെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അനധികൃതമായി കുറെ പൈസ ഒക്കെ സ്വരൂപിച്ചു. പക്ഷേ അതിൽ എന്ത് ചെയ്തു? അവൻ ഡൗണായി, തോറ്റുപോയി, പരാജയപ്പെട്ടു പോയി. അങ്ങനെ ഓടിയതാണോ? ആ മനുഷ്യൻ ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് കടം വിട്ടാത്ത കാലത്തോളം മടങ്ങി വരികയില്ല. അവന്റെ സഫർ ഹലാലല്ല. അതേ സമയത്ത് നേരത്തെ പറഞ്ഞതായിരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക്, ശരിയായ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി കടം വാങ്ങിയതാണെങ്കിൽ അയാൾക്ക് സഫറിൽ പോകേണ്ടി വന്നാൽ അയാൾക്ക് ഹലാലായ സഫറാണ്. പക്ഷേ കടക്കാർക്കും കൂടി ഒരു ബാധ്യതയുണ്ട്. എന്തെന്ന്? ഒരാൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടി, ബുദ്ധിമുട്ടിന് വേണ്ടി, പ്രയാസത്തിന് വേണ്ടി കടം വാങ്ങിയാൽ അയാൾക്ക് പറഞ്ഞ അവധിക്ക് വേണ്ടി തിരിച്ചു തരാൻ സാധ്യത അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അയാൾക്ക് ടൈം അനുവദിച്ചു കൊടുക്കണം, കുറച്ചും കൂടി സമയങ്ങൾ നീട്ടി കൊടുക്കണം. അതിൽ ഈ കടത്തിൽ നിന്ന് ചുരുക്കി കൊടുക്കണം. 1000 ഉള്ളത് 500 എന്നാൽ മതി എന്ന് പറയാം. അതിൽ മുഴുവനും അവനക്ക് എന്ത് ചെയ്യാം? വിട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ അവനക്ക് അവധി നീട്ടി കൊടുക്കാറും ഒരു കടപ്പാട് നമ്മളിലുണ്ട്. പക്ഷേ ആ ചാൻസ് കൊണ്ട് ആരും മുതലെടുക്കുക എന്നുള്ളതും ശരിയല്ല. മറ്റൊരു ചോദ്യം എന്താണത്? ഒരാള് ഉംറക്ക് ഇഹ്റാം ചെയ്യേണ്ടതിന് പകരം ഹജ്ജിന് ഇഹ്റാം ചെയ്തു പോയി, അല്ലെങ്കിൽ രണ്ടു കൂടി ചെയ്തു. ഇനി എന്താണ് ചെയ്യുക? എല്ലാവരും ഉംറ ചെയ്തു
തഹല്ലുല് ആകുമ്പോൾ മുടി കളഞ്ഞു, തഹല്ലുല് ആകാൻ കഴിയുമോ? കഴിയുകയില്ല. ഹജ്ജിനും കൂടി രണ്ടും കൂടി ഇഹ്റാം ചെയ്താലും മുടി കളയാൻ പറ്റുകയില്ല. ഹജ്ജിന് മാത്രം എന്തൊക്കെ എല്ലാവരും ഇഹ്റാം ചെയ്തപ്പോൾ ഇയാൾ ചെയ്തത് ഹജ്ജിനാണ് നിയ്യത്ത് വെച്ചത്. എന്നാൽ ഹജ്ജിന്റെ മുഹരിമായി ഇനി ഹജ്ജിന്റെ അമലിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ആൾക്ക് ഉംറാനെ ഇതിലേക്ക് ചേർക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് നാളെ മറ്റന്നാളൊക്കെ അതാണ് ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ്. പിന്നെ സ്വർണത്തിന്റെ സക്കാത്ത് നൽകേണ്ടത് എങ്ങനെയാണ്? പണമായിട്ട് കൊടുത്താൽ മതിയോ? സ്വർണമായിട്ട് തന്നെ കൊടുക്കണോ? 100 പവൻ സ്വർണത്തിന് എത്രയാണ് സക്കാത്ത്? ഇത് കൊടുക്കാതെ ഹജ്ജിന് പോകുന്നതിൽ തെറ്റുണ്ടോ? സ്വർണത്തിന്റെ 10-1 4-1, അപ്പൊ 40-1, 40 പവൻ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കൊടുക്കണം? 1 പവൻ സക്കാത്തായിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് പണം ആ സ്വർണമായിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അതിനൊരു വില ഉണ്ടാവുമല്ലോ. അതിന് അതാത് നാടുകളിൽ ഒരു വില നിശ്ചയിച്ചിട്ട് അതിൻ്റെതായിരിക്കുന്ന വില കൊടുക്കുക. ആഭരണത്തിന് സക്കാത്തില്ല. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കലുണ്ട്. എങ്ങനെ സക്കാത്ത് ഉണ്ടോ ഇല്ലയോ തെറ്റിദ്ധരിക്കുക, കൊടുത്തിട്ട് തെറ്റിദ്ധരിക്കലല്ലേ, കൊടുക്കില്ല. ആര് കൊടുക്കും? നിങ്ങൾ ഇരിക്കണോ? ആരെയും കൊടുത്തിട്ടുണ്ടോ? ഇവിടെ 100 പവനിൽ കൂടുതൽ സ്വർണം മക്കൾക്കും പെങ്ങന്മാർക്കും കൊടുത്തവരാണല്ലോ ഈ ഇരിക്കണ അധികം ആൾക്കാരും. കാണുമ്പോൾ 5-15 പാവം തളർന്ന് കണ്ണൊക്കെ ചെമ്പിരിക്കണ്ടെങ്കിലും ഒക്കെ കാര്യങ്ങളോട് അടുത്ത് വെക്കണം. ഭയങ്കര പണക്കാരാ അതൊക്കെ. വേണ്ട ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴാണ് അതൊക്കെ നിങ്ങളുടെ എന്ത് ചെയ്യാ, തലന്ന് പിന്നാക്കാൻ വലിക്കുക. നല്ല വലിയ ജോറന്മാരാ. അപ്പോ ആഭരണത്തിന് സക്കാത്തില്ല. ആഭരണം അത് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആഭരണം, അതായത് സൂക്ഷിക്കാൻ വേണ്ടി ആഭരണ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാൻ ഖിനിയത്ത് എന്ന് പറയുന്നതിന്, അതിനു വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലോ അത് സക്കാത്ത് കൊടുക്കണം. അതേ സമയത്ത് മോൾക്ക് 100 പവൻ കൊടുത്തു, അത് നമ്മുടെ വീട്ടിലുണ്ട്, അത് സൂക്ഷിക്കൽ തന്നെ കേട്ടോ, സൂക്ഷിക്കാൻ ഉണ്ടാക്കിയതല്ല. ആ കല്യാണത്തിന്റെ അന്ന് ഈ മുട്ടിയും കൂടിയ കൗതിലൊക്കെ ഇട്ടിട്ട് ആ പാവ അതിനെന്നെ നടക്കാൻ കഴിയില്ല. ആ ഒരു പോക്ക് പോയിട്ട് കഴിഞ്ഞാൽ ഒക്കെ ഇവിടെ സൂക്ഷിക്കൽ തന്നെ. പിന്നെ അവൾക്കും ഒരു അഭിമാനം, രക്ഷിതാക്കൾക്കും അഭിമാനം, മറ്റുള്ള ഭാര്യയുടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഇത്ര 100 പവണ്ട്, 100 പഹനാ, 100 പഹൻ ഇതിനെ കൂട്ടി കുടുങ്ങിയിട്ടുണ്ടെന്ന് അടങ്ങറായിനർത്ഥം. ആ കുടുങ്ങിപ്പോയ തന്നെ അത് സൂക്ഷിക്കല. എന്നാലും അതിന് സക്കാത്ത് വേണ്ടതില്ല, സക്കാത്ത് അതിന് കൊടുക്കേണ്ടതില്ല. ഇതാണ് അതിൻ്റെതായ നിയമവശം. കല്യാണത്തിനൊക്കെ അമിതമായി പൊന്നു കൊടുക്കുന്ന സ്വഭാവങ്ങളൊന്നും ഇസ്ലാമികമായി അത്ര ഒരു പ്രോത്സാഹനമുള്ള കാര്യമല്ല. അതേ സമയത്ത് മഹറിനെ സംബന്ധിച്ച് മഹർ കൂടുതൽ പറയുക. ചില നാട്ടിലെ മഹർ പറയാന്നുള്ളത് വളരെ കുറച്ചാ. ഞാൻ മുമ്പൊരു സ്ഥലത്ത് കുറച്ച് പണിക്കുന്നു നാട്ടില്. അവിടെ 50, 75, 80, 85, 100 വരെ ഒരു സ്ഥലത്ത് നിന്നൊരു കല്യാണത്തിന്റെ ഒരു പുതിയാപ്പളം മാറി ചോദിച്ചപ്പോ കാരണന്മാരെ കൂടി മുശാവർത്ത ചെയ്തിട്ട് 97 പറഞ്ഞു. ഞാൻ പറഞ്ഞത് 100 റുപ്യ ആയിക്കോട്ടെ, പാവോ സക്കാത്ത് കൊടുക്കേണ്ടി വരും. 100 റുപ്യ ആയാല് സക്കാത്ത് കൊടുക്കേണ്ടി വരും. പറ്റില്ല, 2.5 റുപ്യ സക്കാത്ത് കൊടുക്കണ്ടേ? പൊട്ടന്മാർക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടായിട്ടാണ് അതിന്റെ പുറമെ കൊടുക്കുകയാണെങ്കിൽ 2.5 റുപ്യ സക്കാത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഒരു കൽപ്പന വീടല്ലേ, അന്ന് അറിയില്ലേ? ഒക്കെ തന്നെ കുറച്ചൊക്കെ ആളുകളൊക്കെ ഒന്ന് വികസിച്ചു, കുറച്ചൊക്കെ സ്വർണ്ണ കൊടുക്കാൻ, നല്ല വളരെ കുറച്ചാത് പറ്റൂല, അത് നല്ല കൊടുക്കാന്ന് അള്ളാഹുവിന്റെ ഖുർആനില്ലേ, വൈനാത്തുഹുന്ന ഖിൻതാറൻ, വളരെ കൂടുതൽ നിങ്ങൾ കൊടുത്താലും അതിന്റെ അർത്ഥം വളരെ കൂടുതലും നിങ്ങൾ ഇതിൽ കൊടുക്കില്ലാന്നാ. അത് നിങ്ങൾ തയ്യാറാവില്ല, അങ്ങനെ കൊടുത്താലോ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് മഹറിനൊക്കെ ഒരു പരിധി വെച്ചു. അധികമൊന്നും കൊടുക്കരുത്, 10 പവനോ 20, 25 ഒക്കെ കൊടുത്താൽ മതി. അപ്പോ ഒരു തള്ള വന്ന്, ഒരു വളരെ പ്രായം കൂടിയതായ ഒരു തള്ള വന്നുകൊണ്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, മഹാനായിരിക്കുന്ന അമീറുൽ മുഅ്മിനീനായ ഖലീഫയായിട്ടുള്ളവരെ, എന്താണ് നിങ്ങൾ ഈ സ്ത്രീകളുടെ മഹർ ഇത്ര കുറവാക്കിയിട്ട് അതിൽ നിങ്ങൾ കൈ കടത്താൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? ആരോടാ ചോദിക്കണത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തുല്യമായ ഒരു ഭരണാധികാരി ഇനി ഖിയാമത്ത് നാൾ വരേക്കും ലോകത്ത് വരികയില്ല. ഏത് BJP ഗവൺമെന്റ് വന്നാലും ഉമർ റളിയല്ലാഹുവിന്റെ ഒരു രോമത്തിന് പോലും ഇവിടെ വിലയില്ല. അങ്ങനത്തെ മഹാനായ ധീരശൂരനായിരിക്കുന്ന പരാക്രമിയായ ഉമർ റളിയല്ലാഹുവിനോട് പാവപ്പെട്ടതായ ഉമ്മാമ വടിയും കുത്തി ചെന്ന് ചോദിക്കുന്നു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മഹാനവറുകളെ, സ്ത്രീകളുടേതായ മഹറിന് നിങ്ങളുടേതാ പരിധി വെക്കാൻ നിങ്ങൾക്ക് എന്തധികാരമാണുള്ളത്? നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നില്ലേ? മഹാനായ ഉമർ റളിയല്ലാഹു തരിച്ചുപോയി. യാതൊരു പട്ടാളക്കാരോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയോ ഒന്നുമില്ലാതെ കണ്ട് അങ്ങ് തുറന്നു കിടക്കുന്നതായ ഗേറ്റിലൂടെ അങ്ങ് കടന്നു ചെന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കെടുപ്പടങ്ങളൊക്കെ അധികം പുറത്തു നാം സാധാരണയിൽ റോഡ് സൈഡിൽ കൂട്ടിയതായ കല്ലട്ടി പോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് പാർപ്പിടങ്ങള്, രാജാവിന്റെ കൊട്ടാരങ്ങൾ അതൊക്കെയാണ്. ചെന്ന ഇത് പറഞ്ഞതിലൂടെ മഹാനായ ഉമർ റളിയല്ലാഹു ഞെട്ടിപ്പോയി. എന്താണ് ഉമ്മാമ നിങ്ങൾ പറയുന്നത്?
നിങ്ങൾ മഹറിന്റെ പരിധീശയ്ക്ക് അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നത് ആ പെണ്ണുങ്ങൾക്ക് നിങ്ങൾ വാരിക്കോരി മഹറത്ര കൊടുത്താലും യാതൊരു കുറ്റങ്ങളും ആക്ഷേപങ്ങളും അതിലില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ നിങ്ങൾ പരിധി ചെയ്യിക്കുകയാണോ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി, അള്ളാഹുവിന്റെ ഖുർആനിന്റെ മുമ്പിൽ മുട്ടുമടക്കി. എന്താ ശബ്ദമൊക്കെ ശ്രദ്ധിക്കാനുള്ള എല്ലാവരുടെ കയ്യിലും ഇല്ല, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ? ഒരു സൗണ്ട് വരുമ്പോൾ അത് കുട്ടിയല്ലല്ലോ കരയണത്, മുല കുടിക്കാൻ നീ കരയുന്നതല്ല, തള്ളല്ലായിട്ട് കരയുന്നതല്ല. പിന്നെ അതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എന്താ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ മനസ്സിനെ കൂടെ തൊള്ളടിച്ചിട്ട് ആളെ ബേജാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ നോക്കി എന്താ പ്രശ്നം? അതാണ് ഓഫാക്കി വെച്ചാലും മതി. അല്ല നല്ല നിർബന്ധമല്ല, ആരെങ്കിലും വിളിക്കാണ്ടില്ല, അവിടെ പുറത്ത് അവിടെ ഇങ്ങനെ പോയിരുന്നാലും നിങ്ങൾ കേൾക്കൂലേ? അപ്പോ അത് കൊല്ലണ്ട, മരിപ്പിക്കൊന്നും വേണ്ട, പറയുന്നത് ആ ഗൗരവത്തിന് പറയണതാണ്. അപ്പൊ പിന്നെ എല്ലാ പള്ളികളും എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇതിനെന്താ പേര്? മുത്തഹരിക്കോ? ഇതിന്റെ പേര് അതല്ലേ മുത്തഹരിക്ക്. മറ്റേ വേറൊന്നും ഉണ്ടാകുന്നില്ല മുമ്പ്, ചെറിയൊരു പൊതിയായിട്ട് ഇങ്ങനെ ഹാത്തിഫ് മറ്റേ പേജ് ഇപ്പൊ പോയി. ഇപ്പൊ എല്ലാവരുടെ കീശയിലുണ്ട്, ടൗസറിന്റെ കീശയിലൊക്കെ ഇട്ട് നടക്കാതെ ചിലർക്ക് വലിയ ഈ അരമായ അങ്ങനെ നോക്കുക. അതെന്താ അതിന് പൊടിച്ച് ഞെക്കി കപ്പ ചെവിടി തിരുമ്പണം. ആ സൗണ്ട് കേട്ട ഒറ്റ തിരുമ്പല്, പിന്നെ ഉണ്ടരുത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ഈ തള്ളയുടെ വാക്കുകൾ കേട്ടതോടുകൂടെ അദ്ദേഹം ഞെട്ടി എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആനിന് മുന്നിൽ മുട്ടുമടക്കി ഞാൻ മടങ്ങി, ഞാൻ ആ ആദർശത്തിൽ നിന്നും എന്റെ തീരുമാനത്തിൽ നിന്നും മടങ്ങി. അപ്പൊ പെണ്ണുങ്ങൾക്ക് മഹർ കൊടുക്കുക എന്നുള്ള എത്ര കൊടുത്താലും വിരോധമില്ല. ആ വിഷയത്തിൽ നിങ്ങൾ കുറവ് വരുത്തുന്ന സ്വഭാവം ഉണ്ടാവും എന്ന് അള്ളാഹു ഖുർആനിൽ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പദപ്രയോഗം. മുഫസ്സിരീങ്ങളുടെ വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്. ഒയ് നാത്തൂഹുന്ന തിൻതാറൻ, കൊടുത്തോളി എന്നാ അതിന്റെ അർത്ഥം. കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് ഒരുപാട് പൊന്നുകളൊക്കെ കൊടുത്തിട്ട് ആളുകളുടെ ഇടയിൽ അഹങ്കരിച്ചിട്ടും വലിയ അഭിമാനങ്ങളും അതുപോലെ ലോകമാന്യൊക്കെ കാണിച്ച ഇതിന്റെ പിന്നിൽ എന്ത് ദുന്യാവ് കിട്ടാനാണ്, എന്ത് ആഹാരം കിട്ടാനാണ്? രണ്ടു നിലക്കും നഷ്ടമാണ്. അതേ സമയത്ത് അടുത്ത വീട്ടിലുള്ള പാവപ്പെട്ടതായിരിക്കുന്ന ആ ചെറ്റക്കുടിലുള്ളതായിരിക്കുന്ന പെൺകുട്ടികൾ എല്ലാം നിറഞ്ഞുകൊണ്ട് തടി കൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ഉഷാറായിട്ട് ഒരു മാപ്പിളയെ കിട്ടാൻ, ഭർത്താവിനെ കിട്ടാൻ ഒരു 10 പവൻ കൊടുക്കാൻ പോലും കഴിവില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അടുത്തുള്ള മുതലാളിയായ സഹോദരനാവുന്ന മുസ്ലിമിന്റെ വീട്ടില് 100 പവൻ കഴുത്തിൽ കെട്ടാത്തതായിരിക്കുന്ന മാലകളോടുകൂടെ നാം മുട്ടി കെട്ടിവിടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ എവിടേക്കാണ് മാറ്റിവെച്ചത് എന്ന് ഒരു ചെറിയൊരു സൂചന ഞാൻ പറയുന്നു. ഏതായാലും അതിന് സക്കാത്തൊന്നും നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ശറഈന്റെ വീക്ഷണപ്രകാരം സക്കാത്ത് കൊടുക്കേണ്ടതില്ല. മഹർ കൊടുത്തതായിരിക്കുന്ന മാലക്കും സക്കാത്ത് കൊടുക്കണ്ട. കെട്ടാനും വേണ്ടി നിങ്ങൾ ഉപകരിക്കാൻ വേണ്ടി ആവശ്യമായ ആഭരണങ്ങൾക്കും ഇമാം ശാഫി റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരം കൊടുക്കേണ്ടതില്ല. അത് അമിതമായി എന്ന് തോന്നിയാൽ വേണോ വേണ്ടേ എന്നുള്ള ഖിലാഫുണ്ട്. അത് അമിതമാകൽ എങ്ങനെ? ഓരോ കുടുംബത്തിലേക്ക് ചേർത്തി വലിയ നാട്ടിൽ അറിയപ്പെട്ട പ്രശസ്തി ആർജിച്ച ഒരു കുടുംബമാണ്, അവർക്ക് 100 പവൻ എന്നൊരു കൂടുതലല്ല എന്ന ഉറുഫിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണെങ്കിൽ അവർക്ക് എങ്ങനെയാലും കൊടുക്കേണ്ടതില്ല. ഏതെങ്കിലും സാധുവായ മനുഷ്യൻ അവിടെ ഇവിടെയൊക്കെ കൈകാട്ടി ഇറന്നുണ്ടാക്കിയത് കൊണ്ടിട്ട് 100 200 ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ചാണ് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പറഞ്ഞപ്പോൾ ഒരു ചെറിയ വിഷയം കൂടി ഞാൻ ഇതോട് കൂട്ടി ചേർത്ത് പറയാൻ സമയം അത് വൈകുന്നുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം. നാളെയും മറ്റന്നാളും ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ഓഫാക്കിക്കണം. ക്ലാസ് ഉണ്ടാവുകയില്ല. എല്ലാവരും ഇങ്ങനെ പലയിടത്തും പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഇതുവരെ ഒഴിവിട്ടില്ല എന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇനി ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും. ആ സമയങ്ങളിൽ ചില ഭാഗത്തൊക്കെ ഒരു സമ്പ്രദായം, ഒരു താലി കെട്ടുന്ന സമ്പ്രദായം, ഇതിന് യാതൊരു തുമ്പും മാലുമില്ല. താലി കെട്ടാ പെണ്ണിന് താലിയും കെട്ടാ മാലയും കെട്ടാ അതൊക്കെ നമുക്ക് കെട്ടാ വിരോധമില്ല. പക്ഷെ ഇന്ന് ഇതിനെ സ്വീകരിച്ചതായ മാധ്യമങ്ങൾ ശരിയല്ല. അധിക സ്ഥലങ്ങളിലും ആ പെണ്ണിന് താലി കെട്ടുന്നത് പരസ്യമായ പന്തലിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് അവിടെ ആരെല്ലാം കാണാൻ പറ്റിയ കണ്ണിന് കാഴ്ചയുള്ളവരൊക്കെ വന്ന് കൂടണം. എന്നിട്ട് പാവപ്പെട്ടതായിരിക്കുന്ന പെണ്ണിനെ കൊടുന്ന് ഇറക്കിയിരുത്തിയിട്ട് അവറത്താണെങ്കിൽ മറച്ചിട്ടില്ല, വേണ്ടതുപോലെ അവളെ ബ്ലൗസുകളും പാവാടകളും സാരികളൊന്നും ശരിയല്ല. സാരിയാണെങ്കിൽ എന്താ എന്താ സാരിയ പേര്? ബനാറസ്. പേരൊക്കെ മാറിയുണ്ടാവും. ഇപ്പൊ നിന്റെ മാതിരി ഒരു പയാളെന്നുകൊണ്ട് ഈ പറയുന്നത്. അതെ, പയാളെന്നല്ല ആള്, നല്ല ആളെന്നെ തെറ്റിയുണ്ടവർക്ക്. പിന്നെ വലിയ മുന്തിയ ആയിരക്കണക്കായ വില പൊടിച്ചതായിരിക്കുന്ന സാരി അന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് ഇത്ര അവരുടെ നിയമങ്ങൾ. പിന്നെ അത് പറ്റുകയില്ല. പിന്നെ അതിലൂടെ അതിന്റെ നേരെ അടിയിലേക്ക് ഒരു സാരിയും കൂടി ഉണ്ടാവും. പിറ്റേ ദിവസം ഒന്നും എടുക്കാം. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു. പിന്നെ വേറെ കാര്യങ്ങളാണ്. അപ്പൊ അത്ര വലിയ മുന്തിയ സാരികളൊക്കെ എടുത്തിട്ട് തലയിലിങ്ങനെ ഇട്ടാൽ ഇതിങ്ങനെ കൊഴിഞ്ഞ് സ്വയമായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന മിനുസമായ സാരികളാണ്. തലന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അവളുടെ ഔറത്തിന്റെ ഭാഗമാണ് പ്രധാനമായി ഇവളെ തലാവുല തബർറജന തബർറുജൽ ജാഹിലിയത്തിൽ ഊലാ. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അബൂജാഹിലിന്റെയും അബൂലഹബിന്റെയും അനുയായികളാകുന്ന അക്രമികളായ ആളുകളുടെ ഭാര്യമാര്
അവര് തലയും മലയും മറക്കാതെ കണ്ട് നഗ്നമായിക്കൊണ്ട് പ്രകടനങ്ങളും മറ്റൊക്കെ നടത്തിയതുപോലെ മുസ്ലിമീങ്ങളെ നിങ്ങളതിന് മെനക്കെടരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ചൂടായാലും വേണ്ടില്ല, നിങ്ങൾ തണുത്താലും വേണ്ടില്ല, വിഷയം മനസ്സിലാക്കുന്നവർക്ക് നല്ല ബുദ്ധിയോടുകൂടെ മനസ്സിലാക്കാം. ഇതിന്റെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താലി കെട്ടാൻ വേണ്ടി വിളിക്കുകയോ അതിന്റെ അവസരങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നത് അതാ മുസ്ലിമീങ്ങളുടെ സമ്പ്രദായങ്ങളും സ്വഭാവങ്ങളുമാണ്. അവർക്ക് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ മുസ്ലിമി എന്ന നാമമല്ലാതെ കണ്ട് വേറെ ഒന്നും പറയാൻ സാധ്യമല്ല. കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള അനുഭവത്തിൽ ഉൾപ്പെട്ട ആളുകൾ അള്ളാഹിനോട് ദ്വാരനോളി തൗബ ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ഇല്ലല്ലദീന ആമനു അമിലു സാലിഹാത്തി അല്ലാഹു പലയിടങ്ങളിലൊക്കെ പറഞ്ഞില്ലേ. അതുകൊണ്ട് തൗബ ഉണ്ടാകും. ആ കാര്യത്തിൽ യാതൊരു സംശയങ്ങളില്ല. മേലിൽ ഇതുപോലെയുള്ള ദുഷിച്ച് നാറിയതായ ജാഹിലിയായ കാലഘട്ടം എന്ന് പറയാൻ ആർക്കാണ് ഈ ജാഹിലികൾ എന്ന് പറഞ്ഞത്? അബൂജാഹിലിന്റെ അനുയായികൾ എന്നല്ലേ നമ്മൾ വെക്കേണ്ടത്? അബൂജാഹിലല്ലേ ഈ ലോകത്ത് ആദ്യമായി ജാഹിലിന്റെ പേര് വാങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബൂജാഹിലിന്റെ പേര് അബുൽ ഹക്കം എന്നാ. അബുൽ ഹക്കം വലിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള യോഗ്യന. അബൂജാഹിലിന്റെ കാലഘട്ടം റസൂലുള്ള നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് മക്കയിലുണ്ടാകുന്ന നേതാക്കന്മാരില് 40 വയസ്സ് പ്രായമാകുമ്പോഴാണ് ബുദ്ധിപൂർണമാകുന്നത്. അതിനവർക്കൊരു മുഷാവറ യോഗങ്ങളൊക്കെ കമ്മിറ്റി ഉണ്ടായിരുന്നു. എന്ത് തീരുമാനം ഉണ്ടാക്കാനും അവർ കൂടി തീരുമാനിക്കും. അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അബൂജാഹിലോടെ ഓടിയെത്തും. അപ്പൊ എല്ലാവരും ചീത്ത പറയും, അബൂജാഹിലിനെ അടുപ്പിക്കില്ല, ചെറിയ ചെക്കനാണ്, ഇനി പോ, അവർക്ക് സമയമായില്ല, സമയമില്ലാതെ ഹാജരാവണ്ടെന്നൊക്കെ പറയും. പക്ഷെ അവന്റെ തീരുമാനം ഉണ്ടായി ഒരു അവസാനം. അപ്പൊ എല്ലാവരും കൂടി പറഞ്ഞു, നമ്മൾ എന്ത് തീരുമാനം എടുത്താലും ഈ കള്ളം വന്നതൊക്കെ തയ്യാറാക്കിയിട്ട് ഇവന്റെ വാക്കാണ് പിന്നെ പ്രാബല്യത്തിൽ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവനെന്നായി മുസാവറയിൽ എടുക്കുക. അപ്പൊ നോക്കുമ്പോൾ 16 വയസ്സായിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും പറഞ്ഞു, വയസ്സൊന്നും ഇപ്പൊ നോക്കണ്ട, ഇവിടെ പ്രായത്തിനേക്കാണ് വലിയ പ്രാപ്തിയാണ്, അതുകൊണ്ട് എടുക്കട്ടെ. അവന് 16 വയസ്സുകാരനായിരിക്കുന്ന അവനെ 40 ആളുകളുടെ പദവി കൊടുത്തിട്ട് മുസാവറയിലേക്ക് എടുത്തു. ഇങ്ങനത്തതായിരിക്കുന്ന അബൂജാഹിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ രംഗപ്രവേശനം ഇവിടെ വന്നപ്പോൾ ഇസ്ലാമിന്റെ എതിരിലായി ശബ്ദങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിലായി അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേന അബൂലഹബിന് അബൂജാഹിലി എന്നുള്ളതായ അബുൽ ഹക്കമിന്റെ പകരമായ പേര് മാറ്റിയപ്പോൾ ആ കാലഘട്ടത്തിന്റെ ശേഷമുള്ള ആളുകളെ കുറിച്ചല്ലേ അള്ളാഹു പറഞ്ഞത്, വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. ഇതാണ് ജാഹിലിയ കാലം, നമ്മൾ ചിന്തിക്കേണ്ട കാലം. അതുകൊണ്ട് ഇത് എല്ലാ നാട്ടുകാർക്കും, തിരുവനന്തപുരം മുതൽക്ക് കന്യാകുമാരി മുതൽക്ക് മംഗലാപുരം വരെ കാസർഗോഡ് വരെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മശരിഖിൽ മഗ്രിബ് എല്ലാവർക്കും ബാധകമാണ്. അത് ഞങ്ങളുടെ നാട്ടിലൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിലല്ല, എല്ലാ നാട്ടുകാർക്കും ബാധകം. വടക്ക് കാസർഗോഡ് ഭാഗത്തൊക്കെ കല്യാണത്തിൻ്റെ അന്ന് ബുർഖ കൊണ്ടുപോകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പൊ മാറ്റി വെച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല. ഇല്ലേ, കാസർഗോഡ് ഉള്ളതിൽ ബുർഖയുടെ അന്നൊരു ബുർഖയുടെ ഞാൻ ആരോട് അന്വേഷിച്ച് പറഞ്ഞു, അന്ന് ബുർഖ കൊണ്ടുപോകുക. ബുർഖ കൊണ്ടുപോകും, പക്ഷെ ആ ബുർഖയുടെ അയച്ചു നോക്കിയാലോ അത് ആടിനെ തോൽ വെച്ച വരെ, പിന്നെ അതിൻ്റെ അടിയിലൊന്നും ഉണ്ടാവില്ല. ഞാൻ പോയി കണ്ടതല്ല, ഞാൻ അന്വേഷിച്ച് നമ്മൾ ഇതിന്റെ ആളുകളാകുമ്പോൾ പലതും അന്വേഷിക്കുമല്ലോ, ഇതിന്റെ സ്വഭാവ രീതികളൊക്കെ. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ സമ്പ്രദായം ഈ പന്തലിൽ വെച്ചുകൊണ്ട് പുതിയാപ്പളനെ സ്വന്തമായി വീട്ടിന്റെ ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഭാര്യനെ ഹലാലാക്കി കൊടുത്തതിന് ശേഷം എന്തിനുമാവാം, ഹുന്ന ലിബാസുല്ലക്കും അന്തും ലിബാസുല്ലഹുന്ന, അവര് നിങ്ങളുടെയും നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്, സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് ആ വസ്ത്രം എങ്ങനെ ധരിക്കാം, എവിടെ ധരിക്കാം, നിങ്ങൾക്ക് വിരോധമില്ല. അത്ര വലിയതായിരിക്കുന്ന സ്വാതന്ത്ര്യം ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഈ നുഷിച്ച് നാറിയ അബൂജാഹിലിന്റെ അനുയായികളാകുന്ന വൃത്തികെട്ടതായ പെണ്ണുങ്ങള്, അവരുടെ സ്വഭാവ രീതികള് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നടത്തിയ ആ മുസ്ലിമിന്റെ വീട് പിന്നെന്താ? ഇതാണ് നാം ചിന്തിക്കാനുള്ളത്. ഞാൻ ഗൗരവത്തിന്റെ ഭാഷയിൽ ഇത് നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സൗമ്യമായിട്ടൊരു ഉപദേശത്തിന്റെ ഭാഷയായി നിങ്ങളിത് സ്വീകരിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഞാൻ അറിയിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങളാരും ചെയ്തവരായിരിക്കുകയില്ല, പക്ഷേ പലർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ്. അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ചേർന്നതല്ല. ഈ പടുത്ത് ഞാൻ നാടുകൊണ്ട് പോരുന്നതിന്റെ മുമ്പായിട്ടൊരു നിക്കാഹിന് കൂടി. ആ നിക്കാഹ് കഴിഞ്ഞേക്ക് എന്തോ ഒരു സ്വീകരണം, മുസ്ലിയാരെ ഉസ്താദേ പോണ്ട് വണ്ടി വന്ന് കാത്തത്ര നേരമായി നിൽക്കണം. അങ്ങനെ ഓടി നമ്മൾ വിചാരിച്ചു അല്ലാ നമ്മൾ വലിയ കാളിയറായതുകൊണ്ട് ബഹുമാനിക്കുക. സംഗതി അങ്ങനെയല്ല. നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ഉടനെ എന്തായി ചെക്കന്മാരും പെണ്ണുങ്ങളാണ് മുഴുവൻ സ്റ്റേജിൽ കയറി. താലി കെട്ടാനാണേ, ഈ തീട്ടം കെട്ടാൻ വേണ്ടിയിട്ടാണ്. അത് പിന്നെ നമ്മൾ അറിഞ്ഞത്. നമ്മളിങ്ങോട്ട് പൊന്തി ഇയാളുടെ ബഹുമാനം കണ്ടപ്പോ ചെന്നമയത്തുള്ള ബഹുമാനം പോരുമ്പോ എന്തൊരു ബഹുമാനം. സാധാരണ ഒരു ആവശ്യത്തിന് വിളിച്ച ആളുകൾ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ വേപ്പിന്റെ പോലെ ഈമ്പി പുറത്തു കെടുത്താൽ അതല്ല, വലിയ ബഹുമാനം. ഈ ജാതി തെണ്ടിത്തരങ്ങളും ഖിയാനത്തുകളും വഞ്ചനകളൊക്കെ റഹ്മാനായിരിക്കുന്ന തമ്പുരാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവസാനമായി നമ്മുടെ കയ്യിൽ വളരെ വ്യക്തമായി കിട്ടുന്ന മാലി ഹാദൽ കിതാബിലാ യുവാദു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അസ്സാഹാ വജദൂ, പരിശുദ്ധ ഖുർആനിൽ പറയുന്ന എല്ലാം അതിലുണ്ട്. അപ്പോഴാണ് നാം ഖേദിക്കുന്നത്, അയ്യത്തറ എന്നുള്ള അടകടിക്കുന്നത്. അള്ളാഹു പരിപൂർണമായി നമ്മയും നമ്മുടെ അഹ്ലിയാരെല്ലാം മുഅ്മിനീങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൽക്കാലം പൊടിയിക്കട്ടെ. അപ്പൊ ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക.
الحمد لله الذي هدانا لهذا ما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. ما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയെന്നും പിരിഞ്ഞു വന്നുമെല്ലാം സാലിഹമലാക്കി തീർക്കട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും അല്ലാഹു പുറത്തു വരുമാറാവട്ടെ. ലാഹിരിയും ബാത്തിനിയും മാനസികവും ശാരീരികമായ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കട്ടെ. ഖൈറായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവിൻ്റെ മഹദായ പദവി കൊണ്ട് നമ്മയും അഹ്ലുകാരെല്ലാം മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട പ്രാഥമിക മര്യാദകളെക്കുറിച്ചാണ് നാം തുടങ്ങി വച്ചത്. ആദ്യമായി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതായ ആള് കുളിക്കുക എന്നുള്ളത് അതൊരു സുന്നത്താകുന്നു. ഇഹ്റാമിന്റെ നിയ്യത്തോടുകൂടെ കുളിക്കുക. ആർക്കും കുളിക്കാം. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന ആള് സ്ത്രീ, പുരുഷൻ, ചെറിയവൻ, വലിയവൻ ആരായിരുന്നാലും ഇഹ്റാം ആയിരുന്നെല്ലാം സഹിയാവുന്നവർക്കെല്ലാം കുളി സുന്നത്താകുന്നു. പ്രസവക്കാരി ആ പ്രസവരക്തം ഒഴിവാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഇഹ്റാമിന്റെ നിയ്യത്തോടുകൂടെ കുളിക്കാം. മെൻസസുകാരി അവർ ശുദ്ധിയാവുന്നതിൻ്റെ മുമ്പ് അവൾക്ക് കുളിക്കാം. ഇനി അതിൻ്റെ ശേഷമായി അതേ സമയത്ത് പ്രസവക്കാരിയോ മെൻസസ് ഉള്ളതായ ഒരു പെണ്ണോ കുറേയും കൂടി സമയം, മണിക്കൂറുകളോ സമയങ്ങളൊക്കെ കാത്തിരുന്നാൽ അതിൽ നിന്ന് ഒഴിവായതിൻ്റെ ശേഷം കുളിക്കാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകുകയാണെങ്കിൽ അത് അവളുടെ പ്രതിബന്ധങ്ങൾ നീങ്ങുന്നവരേക്കും കാത്തിരിക്കാൻ അത് ഏറ്റവും നല്ലതും സുന്നത്തായ കാര്യമാണ്. പക്ഷേ നിർബന്ധമുള്ളതല്ല. യാത്രാ സംഘത്തിൽ പോകുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് പ്രയാസകരമാവുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതും ഇല്ല. ഹജ്ജിനോട് ബന്ധപ്പെട്ടുകൊണ്ട് 10 സുന്നത്തായ കുളികളുണ്ട്. അതിൽ നിന്ന് ഒരു പ്രധാനമായ കുളിയാണ് ആദ്യമായി ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്നുള്ളത്. നാം ഇപ്പോൾ പറയുന്ന കുളി ഏത് സ്ഥലത്തു നിന്നാണോ ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ ആ സ്ഥലത്തു നിന്ന് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് കുളിക്കുക. നാം ഇപ്പോൾ താമസിക്കുന്ന പാർപ്പിടങ്ങളിൽ നിന്ന് ഇഹ്റാം ചെയ്തു പോവുകയാണ്, അതല്ല എയർപോർട്ടിൽ നിന്നാണോ, അതല്ല മറ്റൊരു സ്ഥലത്തിൽ നിന്നാണോ, എവിടുന്നായിരുന്നാലും കുളിക്കുക. അത് അവിടെ തന്നെ ആവുക എന്നുള്ള കാര്യം നിർബന്ധമില്ല. കുളി ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇഹ്റാം ചെയ്തു പോകുന്ന ആളുകൾ, അങ്ങനത്തെ പ്ലെയിനും മറ്റൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ വേണ്ടത്ര കുളിക്കാനുള്ള സൗകര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമല്ല. അപ്പോൾ നാം താമസിക്കുന്ന റൂമുകളിൽ നിന്ന് ഇഹ്റാമിന്റെ നിയ്യത്തോടുകൂടെ കുളിച്ചു പോവാം. ഏകദേശം അതിനോട് അടുത്തതായ ഒരു സമയമാകുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. 10 സ്ഥലങ്ങളിലുള്ളതായിരിക്കുന്ന കുളി. ഒന്നാമത്തെ കുളിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഇഹ്റാമിന്റെ. രണ്ടാമത് ഒരു ദുഹൂയി മക്ക, മക്കായിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കുളിക്കുക. കുളി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇവിടെ നലാഫത്താണ്. നലാഫത്ത് അതായത് വൃത്തി ഉണ്ടാവുക, ശുദ്ധി ഉണ്ടാവുക. നലാഫത്ത് അതുപോലെ തൊഹാറത്ത്, ഇത് രണ്ടും അതിൻ്റെ അർത്ഥം ഏകദേശം ഒന്നാണെങ്കിലും നലാഫത്ത് എന്ന് പറയുന്നത് ആമായൊരു പദം, ഒരു പൊതു ഉപകാരത്തിന് ഉപയോഗിക്കുന്നൊരു പദം. അതായത് വൃത്തി എന്നുള്ളത് മുസ്ലിമീങ്ങൾക്കും ഉണ്ടാവാം, അമുസ്ലിമീങ്ങൾക്കും ഉണ്ടാവാം. തൊഹാറത്ത് എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, അൻസൽനാ മിനസ്സമായി മാഅൻ തഹൂറാ. ശുദ്ധിയാക്കുന്ന പല പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിച്ച് ശുദ്ധിയാക്കാൻ യോഗ്യതയുള്ളതായ കഴിവുള്ളതായ വെള്ളത്തെ നാം ഇറക്കി തന്നു എന്ന് പറയുന്ന തഹാറത്ത് മുസ്ലിമീങ്ങൾക്കേ ഉള്ളൂ. നലാഫത്ത് വൃത്തി. ഇപ്പോൾ ചില ഹിന്ദുക്കളുടെ വീടുകളിൽ, അത് ചില ഓഫീസുകളിലൊക്കെ പോയാൽ നമുക്ക് എന്തോ ഒരു വൃത്തിയാണ് അവിടെ. നമുക്ക് കാല് കഴുകാതെ അങ്ങോട്ട് കടക്കാൻ കഴിയുകയില്ല. അതുപോലെ കൈ കഴുകാതെ നമുക്ക് തൊടാൻ പറ്റുകയില്ല. അത്ര വൃത്തിയാണ് അവിടെ ഉള്ളത്. പല ഹിന്ദുക്കളുടെ വീടുകളിലും മുസ്ലിമീങ്ങളുടെ വീട്ടിലും ഉണ്ട്. പഴയ കാലത്തെ പോലെയല്ലോ ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ വീടുകളിലൊക്കെ. മുമ്പൊക്കെ നമ്മൾ സാധാരണ കാല് പാദരക്ഷ ധരിച്ചുകൊണ്ടായിരുന്നു വീടിൻ്റെ ഉള്ളിലൊക്കെ സഞ്ചരിക്കൽ. ഇപ്പോ പള്ളിനേക്കാണ് പരിഗണിച്ച്, പള്ളിയിലേക്ക് ചെരുപ്പിട്ട് കയറിയാലും ചോദിക്കാൻ ആളില്ല, പള്ളിയല്ലേ, ആരും അന്വേഷിക്കാറില്ല, വളരെ കുറവാണ്. അത് നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല പള്ളിയിൽ വൃത്തി സൂക്ഷിക്കുക എന്നുള്ളത്. അതേ സമയത്ത് വീട്ടിലേക്ക് കയറുമ്പോഴോ ചെരുപ്പ് ഊരിയേ അങ്ങോട്ട് കടക്കാവൂ. അഥവാ വല്ല ആളുകൾ തന്നെ കടന്നാൽ ശക്തിയായി പ്രഹരിക്കും, ഗൗരവം ഉണ്ടാകും. അത് എന്നെ പോലെയുള്ള പല സാധുക്കളാണെങ്കിലോ ശരിക്ക് വ്യക്തമായി പറയും ചെയ്യും, അല്ല മുജരെ കണ്ടൂടെ ചെരുപ്പ് ഊരിയിട്ട് കിടന്നൂടെ, വീടല്ലത് പറഞ്ഞു പോകും. കാരണം നമുക്കത്ര പരിസരബോധം നിങ്ങളെപ്പോലുള്ള ആ വിഷയത്തിലുള്ള ബോധം കുറവല്ലേ. അപ്പൊ അങ്ങനെ കടന്നാൽ വലിയ വൃത്തികേടായി. അപ്പൊ നവാഫത്ത് എന്നുള്ളത് അധിക സ്ഥലങ്ങളിലുണ്ടാവാം. ഹിന്ദുക്കള് അമ്പലത്തിലൊക്കെ പോകുന്ന ഹിന്ദുക്കളൊക്കെ നല്ല വൃത്തിയുള്ളവരാ. അതേ സമയത്ത് അവർക്ക് തഹാറത്തില്ല.
എല്ലാം ശുദ്ധിയാക്കിയതിന് ശേഷം ശുദ്ധിയായി എന്ന് ഉറപ്പുവരുത്താനും വേണ്ടി കുറച്ച് പശുവിന്റെ മൂത്രം, കോമൂത്രം, പുണ്യാറ് എന്നാ പറയാ, പുണ്യമായ വെള്ളം ഒന്ന് കുടയണം, സ്പ്രേ ചെയ്യണം അവിടെ. അപ്പോഴാണ് നല്ലൊരു സമാധാനം ഉള്ളു അവിടെ. അപ്പൊ സന്തോഷമായി. അതുകൊണ്ട് കുടഞ്ഞാൽ എല്ലാം റെഡിയായി. അപ്പൊ എന്തായി, അതുവരെ കഴുകിയൊക്കെ തുടച്ച് തഹാറത്താക്കിയ സാധനം അതുങ്ങൾ എന്തായി, നജീസാക്കി. അപ്പൊ ഒരു കുറപ്പായി. അപ്പോ ഈ കുളി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തഹാറത്ത്, നലാഫത്ത് രണ്ടും ഉൾപ്പെട്ടതാകുന്നു. അതായത് വൃത്തിയും വേണം, അതൊരു ഇബാദത്താണ് എന്ന് പറയുന്നത്. അതാണ് തഹാറത്ത്. തഹാറത്ത് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു ഉദ്ദേശത്തോടുകൂടെ, നിയ്യത്തോടുകൂടെ ചെയ്യുന്നതിനാണ് തഹാറത്ത് എന്ന് പറയുക. അതാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തഹാറത്ത് ഷർത്താണ്. അതുപോലെ തവാഫിലേക്ക് പ്രവേശിക്കുമ്പോഴും തഹാറത്ത് ഷർത്താണ്. ഖുർആൻ ഓതാൻ വേണ്ടി തഹാറത്ത് സുന്നത്താണ്, മുസാഫ് ചുമക്കാൻ വേണ്ടി തഹാറത്ത് നിർബന്ധവുമാണ്. അപ്പൊ അതിൽ ചില പ്രത്യേകമായ പോയിന്റുകളുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമി മുഖദ്ദസത്തായ ഭൂമിയാണ്, അർളുൽ മുഖദ്ദസത്താണ്, പരിശുദ്ധമാക്കപ്പെട്ട ഭൂമി. എന്തിനെ തൊട്ട് പരിശുദ്ധമായി? അവിടെ കാഫിറിന്റെ പ്രവേശനം പരിശുദ്ധമായിരിക്കുന്ന ഹിജറ 8-ാം വർഷത്തോടുകൂടെ നിഷിദ്ധമായി. ഇന്നമൽ മുശ്രികൂന നജസ് ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ. ഇന്ന് മുതൽക്ക് ഒരൊറ്റ മുശ്രിക്കിനും ഇങ്ങോട്ട് പ്രവേശനമില്ല. ഹറമിന്റെ അതിർത്തികളിലെല്ലാം വലിയ വിശാലമായ പരസ്യങ്ങൾ, ബോർഡുകൾ എഴുതി വെച്ച് കാണാം. ലാ യദ്ഖുലു ഗൈറുൽ മുസ്ലിമീൻ, മംനൂ ഗൈറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് കടക്കൽ നിഷിദ്ധമാക്കപ്പെട്ടതായ സ്ഥലമാണ്, പ്രവേശനമില്ല. ഹിജ്റയുടെ 8-ാം വർഷത്തിലാണല്ലോ മക്കം ഫതഹ് ഉണ്ടായത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും വന്ന് ആ മക്കം പരിശുദ്ധമാക്കി. റമദാൻ ഷരീഫിലാണ്. ധാരാളം ബിംബങ്ങളെ വെച്ച് പൂജ നടത്തിയിരുന്നു. ഒരു പരിശുദ്ധമായ കഅബയുടെ ചുറ്റുഭാഗത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധന കർമ്മങ്ങൾക്ക് വേണ്ടി, പ്രശ്നപരിഹാരത്തിന് വേണ്ടി, അന്ധവിശ്വാസത്തിൽ അവർ ആരാധനകൾ നടത്തിയിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അവരുമായി പ്രബോധനങ്ങൾ നടത്തി. പ്രയോജനം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ അവരുടെ ആ എതിർപ്പുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സംഘടന അവിടെ ഉണ്ടായി. അതാണ് മക്കം ഫതഹ്. ആദ്യം തന്നെ വന്നിട്ട് എല്ലാവരും പിടിച്ചുകൊണ്ട് കൊല്ലലോ എതിർക്കലോ അല്ല, അത് ഇസ്ലാമിന്റെ ശൈലിയുമല്ല. നല്ല മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ എതിർക്കാൻ വേണ്ടി വരുമ്പോൾ അവരെ പ്രതിരോധിക്കുക. അതാണ് യുദ്ധങ്ങളൊക്കെ. എന്നല്ലാതെ ഇസ്ലാം അങ്ങനെയുള്ളവരെ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അക്രമത്തിന് കൂട്ടുനിൽക്കുന്നതായ ഒരു മതമല്ല എന്ന് വേണ്ടതുപോലെ അറിയുന്നവർക്കൊക്കെ അറിയാം. അറിയാത്ത ആളുകൾ പലതും ചിന്തിച്ചേക്കാം. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയതായ ഒരു വടി കൊണ്ട്, അതാ കണ്ണ് തുറച്ചിരുന്ന വിഗ്രഹങ്ങള്, വൃക്ഷങ്ങളുടെ മരങ്ങളെ കൊണ്ടും അതുപോലെ കല്ലുകൊണ്ട്, മുത്ത്, പവിഴം, മാണിക്കം പോലെ ഓരോരുത്തർ കഴിയാവുന്ന യോഗ്യതയും കഴിവനുസരിച്ച് കൊണ്ട് നേർച്ചയാക്കിയിട്ട് കഅബത്തിനോട് ചാരി വെച്ചിരുന്ന പ്രധാനമായിരിക്കുന്ന 360ഓളം വരുന്ന ബിംബങ്ങൾ, വലിയ വലിയ കാര്യപ്പെട്ട ബിംബങ്ങൾ ഓരോരുത്തർ കൊടുന്ന് വെച്ചിട്ട് അത് വഴിപാടായി കൊടുന്ന് വെച്ചു. അതിനോടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഖുൽ ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. പറയുക നബിയെ, ജാഅൽ ഹഖ്, സത്യം ഇവിടെ എത്തി. ഇനി യാതൊരു പ്രശ്നവും സത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രചരിപ്പിക്കാനോ പ്രവർത്തിക്കാനോ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. എല്ലാവരും ഇസ്ലാമിലേക്ക് ഇതാ വന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹു വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ജനങ്ങൾ സ്വയമായിട്ട് തന്നെ, തൗആയിട്ട്, കർഹായിട്ടല്ല, ബലാത്കാരമായിട്ടല്ല, സ്വയമായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സുകളിലേക്ക് ആ സന്മാർഗ പാതയുടെ ശാഖ അങ്ങോട്ട് അറിയിച്ചപ്പോൾ കൂട്ടം കൂട്ടമായി യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, സംഘം സംഘങ്ങളായിട്ട് വന്നു. നബിതങ്ങൾ കണ്ട് സന്തോഷിക്കുകയാണ്. അള്ളാഹു പറയുന്നു, നബിയെ തങ്ങൾ അള്ളാഹുവിനെ പുകഴ്ത്തണം, അള്ളാഹുവിന് സുജൂദ് ചെയ്യണം, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തണം. എത്ര കഷ്ടപ്പെട്ടു! 23 വർഷകാലത്തിന്റെ ഏകദേശം അടുത്ത കാലം വരേക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. റസൂലുള്ളാഹിക്ക് ഒരുപാട് നിലക്കുള്ള മർദ്ദനങ്ങളേറ്റു. സ്വയമായ ശിലഫാക്കപ്പെട്ട കാലിന് രക്തം പോലും ചിന്തി, അവിടുത്തെ ശിലഫാക്കപ്പെട്ട പല്ല് പോലും പൊട്ടി, അവിടുത്തെ നെറ്റിയിൽ മുറിവ് സംഭവിച്ചു, ഒരുപാട് എതിർപ്പുകളുണ്ടായി. അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ അൽഹംദുലില്ലാഹ്, ഇതോടുകൂടെ ഒരു പേടി ഇനി പേടിക്കണ്ട. വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അങ്ങനെ വന്നു. അപ്പോൾ റസൂലുള്ളാഹിന്റെ കയ്യിലുള്ള ഈ വടി കൊണ്ടുപോയിട്ട് എല്ലാ ബിംബങ്ങളുടെ വായിലും കുത്തി. അത് കുത്തിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാതിൽ. ബാതിൽ എല്ലാം പോയി. ബാതിൽ ബിംബത്തിനെ ആരാധിക്കലാണല്ലോ ബാതിൽ. ഇന്നൽ ബാതില കാന സഹൂഖ. ബാതിൽ ഏത് സമയത്തും ഒരു നിലനിൽപ്പില്ല. അത് എത്രയും പെട്ടെന്ന്
മിനുസമുള്ളതായ പാറയിലിട്ട പൊടിയിൽ വെള്ളം ഒഴിച്ചാൽ അത് എത്രമാത്രം അത് ആ പൊടി പാറി ഒഴുകിപ്പോകുന്നു. ഇതേ ക്രമത്തിൽ ബാത്തിലെല്ലാം ഒഴുകിപ്പോകുന്നതാണ്, എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് എന്നുള്ള പരിശുദ്ധമായി ആയത്തുകളും ഓതുന്നു. ആ പരിശുദ്ധമായിരിക്കുന്ന ആ നാടിനെ ശുദ്ധിയാക്കി. അതാണല്ലോ കേന്ദ്രം അവിടെയാണല്ലോ, അവിടെ ശുദ്ധി, ആ പരിസരങ്ങളൊക്കെ ശുദ്ധിയായില്ലേ. അങ്ങനെ ആ പരിശുദ്ധമായിരിക്കുന്ന നാട് മുഖദ്ദസത്തായ ഭൂമിയായി, എല്ലാം കൊണ്ടും മനോഹരമായിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഭൂമി. അവിടെ ബിംബാരാധനകളില്ല, മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് പ്രവേശനമില്ല. മുസ്ലിമീങ്ങളല്ലാത്തവർ പ്രവേശിച്ചാലോ എന്നാ പിന്നോട് ചോദ്യം. ആരാതറിയാൻ? ഇന്ന് മുസ്ലിമും അമുസ്ലിമും വേർതിരിയാതെ നടക്കുന്ന കാലങ്ങളാണ്. പേര് കൊണ്ടോ വേഷം കൊണ്ടോ ഭാഷ കൊണ്ടോ ഒന്നും വേർതിരികയില്ല. നിസ്കരിക്കാനും ഉണ്ടാവും, സലാം പറയാനുണ്ടാവും, എല്ലായിടങ്ങളിലും അവരുണ്ടാവും. പക്ഷേ സംഗതി അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും അവർക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ നിയന്ത്രണമാണല്ലോ. അല്ലല്ലേ പറഞ്ഞത്, ഇന്നമൽ മുശ്രിക്കൂന നജസുൻ ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ. മസ്ജിദുൽ ഹറാം എന്ന് പറയപ്പെടുന്ന ഏകദേശം 36 വരുന്ന കിലോമീറ്ററിന്റെ ദൂരമുള്ള സ്ഥലം മുഴുവനും ആ മസ്ജിദുൽ ഹറാമിന്റെ മഹത്വമുള്ള സ്ഥലമാണ്, ഹറമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ നിയന്ത്രണം ഉണ്ടാകും എന്നാ നാം തീരുമാനിക്കേണ്ടത്. നമുക്കറിയില്ലെങ്കിലും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ശത്രുക്കള് മുശ്രിക്കുകളിൽപ്പെട്ടതായിരിക്കുന്ന യൂതന്മാരിൽപ്പെട്ട ഒരു വ്യക്തി ഈ പരീക്ഷണത്തിന് വേണ്ടി കടന്നുകൂടി. പൊന്നാനിക്കാരനായ ഒരു മുസ്ലിയർ, സൈനുദ്ദീൻ മുസ്ലിയർ എന്ന് പറയുന്ന ഏകദേശം 35-40 കൊല്ലത്തിന്റെ അടുത്തായി 30 വർഷം അയാൾ സ്ഥിരമായി നാട്ടിൽ പോകാതെ അവിടെ തന്നെ താമസിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോഴും അയാൾ ഹയ്യും മൗജൂദാണ്. റമദാനിക്ക് നേരിൽ കണ്ടില്ലെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു. കുറച്ചു കാലങ്ങളായി ഇപ്പോൾ നാട്ടിലൊക്കെ പോയി വരാണ്ടെങ്കിലും അയാൾ അവിടെ തന്നെ താമസം. ഒരു 85-90 വയസ്സിന്റെ അടുത്ത് പ്രായം ഉണ്ടാവും. അയാളിന് കിട്ടിയതായിരിക്കുന്ന റിപ്പോർട്ട്, പരിശുദ്ധമായിരിക്കുന്ന ഹറമില് മുസ്ലിമീങ്ങളായിരിക്കുന്ന ആളുകൾ ഇബാദത്തിന് വരുന്ന കൂട്ടത്തിൽ ഒരു യൂതനം കടന്നുകൂടി. കഅബത്തിന്റെ പരിസരത്തൊക്കെ സഞ്ചരിച്ചു. അങ്ങനെ സഅയ് ചെയ്യുന്ന ഭാഗത്തേക്കും പരിഹാസ രൂപത്തിൽ അവൻ കടന്നുകൂടിയെങ്കിലും അവിചാരികമായി അപ്രതീക്ഷിതമായി പെട്ടെന്നൊരു നായ ഓടി വന്നുകൊണ്ട് നൂറുകണക്കായിരിക്കുന്ന മുഅ്മിനീങ്ങൾ സഅയ് ചെയ്യുന്നതിന്റെ മധ്യത്തിലേക്ക് ചാടി കടന്നു. അവനെ കടിച്ചു, പിടിച്ചു. അവനെ പോലീസ് നായ പിടിക്കുമല്ലോ, അതുപോലെ ആ പോലീസ് നായ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പോലീസ് നായ ഒന്നും അല്ല. നമ്മുടെ പോലീസ് നായ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രാക്ടീസ് എടുത്ത് ട്രെയിനിങ് കഴിഞ്ഞ നായാണ്, അതല്ല. അള്ളാഹുവിന്റെ ഒരു പട്ടാളം വന്ന് അവനെ പിടികൂടി. അപ്പോഴേക്കും അവിടുത്തെ പട്ടാളം പോലീസുകാരെല്ലാം വളഞ്ഞു പരീക്ഷാർത്ഥം നടത്തി വെക്കുമ്പോൾ അവൻ യഹൂദിയാണ്. അവന് എന്താ ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഒരു നായ വന്നുകൊണ്ട് സഅയ് ചെയ്യുന്ന സമയത്ത് അവനെ പിടികൂടിയത് റബ്ബ് സുബ്ഹാനഹു വ തആല ഹിജ്റ 8-ാം വർഷത്തിൽ നടന്നതായിരിക്കുന്ന ആ മക്കം ഫത്ഹ് എന്ന് പറയപ്പെടുന്ന അന്ന് മുതൽക്ക് അള്ളാഹുവിന്റെ തീരുമാനം, ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ. ഈ മാസത്തിന്റെ ശേഷമായി, ഈ വർഷത്തിന്റെ ശേഷമായി ഒരു മുശ്രിക്കിനും ഈ നാട്ടിലേക്ക് പ്രവേശനമില്ല. മംനൂ ഗൈറിൽ മുസ്ലിമീനാണ്, മുസ്ലിമീങ്ങളല്ലാത്തവർ പ്രവേശിക്കാൻ പറ്റുകയില്ല. അപ്പൊ നമ്മളുടെ നിയന്ത്രണത്തിൽ അത് മുസ്ലിമാണോ അമുസ്ലിമാണോ നമുക്കറിയില്ല. ആർക്കും കടക്കാം, ആർക്കും വിളിച്ചല്ല. ഇപ്പോൾ ഹജ്ജിന് വരുന്ന ആളുകൾ തന്നെ എന്തൊക്കെ കോലത്തിൽ വരുന്ന ആളുകളുണ്ട്, നമുക്കറിയില്ല. അള്ളാഹുവിന്റെ നിയന്ത്രണം അവിടെ ഉണ്ട് എന്നതുകൊണ്ട് മനസ്സിലായില്ലേ? ആരും ഇവനെ അറിഞ്ഞില്ലല്ലോ, യഹൂദിയാണെന്ന് മനസ്സിലായില്ല. എന്തിനാണ് നായ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് പിടിക്കായിരുന്നില്ലേ? പക്ഷേ ഇന്നത്തെ പോലെയുള്ള ആധുനിക വിശാലമായ സൗകര്യങ്ങൾ പരിശുദ്ധമായ ഹറമിന് അന്ന് എത്തിയിട്ടില്ല. അന്ന് സഅയ് ചെയ്യുന്നതായ മസ്അ, സഫാ മർവ എന്ന് പറയുന്ന സ്ഥലം പള്ളിയുടെ പുറത്തുള്ളൊരു സ്ഥലമാകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ തദ്ബീറുകളും നിയന്ത്രണം ഉണ്ടായതുകൊണ്ട് പട്ടി അതാ പള്ളിയിലേക്ക് പട്ടി കടന്നില്ല. പള്ളിന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ് കഅബം, പള്ളിന്റെ പുറത്തുള്ളതായ സ്ഥലമാണ് അന്ന് സഅയ് ചെയ്യുന്നതായ സ്ഥലം. അതുകൊണ്ടാണ് പട്ടി സഅയിന്റെ സമയം നോക്കി കാത്തവിടെ നിന്നത്. പുറത്ത് കിടക്കട്ടെ, കടന്നപാട് ഓടി പിടിച്ചു ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ അതിന്റെ ശേഷമുള്ള വ്യവഹാരങ്ങളൊക്കെ നടന്നു. അതുകൊണ്ട് ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ കുളിക്കണമെന്ന് പറയാനുള്ള കാരണം കൂടി മനസ്സിലാക്കുമ്പോൾ ആ വിഷയം ഒരു ഗൗരവം ഉണ്ടാകുമല്ലോ. അതിനാണ് ഞാൻ ഈ കാര്യം ഉണർത്തുന്നത്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ഓരോ ബിംബത്തിന്റെ അരികിൽ പോയി വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. ഈ പരിശുദ്ധമായ വാക്യം ഓതിക്കൊണ്ട് എല്ലാ ബിംബങ്ങളെയും കുത്തി തല കുകിക്കാൻ തൂക്കാക്കി മറിച്ചിട്ടു. എല്ലാം തല്ലി തരിപ്പണമാക്കി. കത്തിക്കേണ്ടതെല്ലാം കത്തിച്ചു, നശിപ്പിക്കേണ്ടതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇനി ആ പ്രശ്നം അവിടെ ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്തുക്കളായ മലായിക്കത്തുകളെ കൊണ്ട് കാവലാക്കപ്പെട്ടതായ നാടിനിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ അതൊരു മുഖദ്ദസത്തായ ഭൂമിയാണ്.
നലാഫത്ത് തഹാറത്ത് എന്ന് പറയപ്പെടുന്ന 2 ശുദ്ധിയോടുകൂടെ അങ്ങോട്ട് കടക്കട്ടെ. സംഗതി സുന്നത്താണെങ്കിൽ തന്നെ 2 ശുദ്ധിയോടുകൂടെ അങ്ങോട്ട് കടക്കാനും വേണ്ടിയാണ് മഹാനായ ഇമാം നബി റളിയല്ലാഹു തആല അൻഹു തങ്ങള് പ്രാഥമികമായ മര്യാദകൾ ശ്രദ്ധിക്കുന്ന കൂട്ടത്തില് 10 കുളികളാണ് ഹജ്ജിന് ബന്ധപ്പെട്ടുകൊണ്ട് ഹാജിമാർക്കുള്ളത്. 10 സ്ഥലത്തുള്ള കുളി. ഒന്നാമത്തെ കുളി ഏതാ? ഇഹ്റാമിന്റെ കുളി. രണ്ടാമത്തെ കുളി ഒരു ദുഹൂലി മക്ക പ്രവേശനത്തിലുള്ള കുളി. പക്ഷേ ഇതിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കിയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം മക്ക പ്രവേശനത്തിലുള്ള കുളിയും ഇഹ്റാമിന്റെ കുളിയും ഒന്നായി മാറുന്നു. എന്നാലും മതി. ഒരു കുളി ഒരു ശുദ്ധിയാണല്ലോ ഇപ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത്. നമുക്ക് ഇവിടുന്ന് കുളിച്ചിട്ട് അവിടെ എത്തുമ്പോഴേക്കും പിന്നീടും ശരീരത്തിൽ അഴുക്കുകളും വീണ്ടും കുളിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് മക്ക പ്രവേശനത്തിന്റെ കുളി എന്ന് പറയുന്ന ഒരു കുളി ഇപ്പോൾ മുഴുവൻ അത് പ്രായോഗികമല്ല. മുമ്പൊക്കെ ജിദ്ദ വഴിക്ക് പോകുമ്പോൾ കുറെ കാലങ്ങൾക്ക് 10-15 വർഷങ്ങൾക്ക് മുമ്പ് ദീതുവ എന്ന് പറയുന്ന സ്ഥലം അവിടെ വെച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്ക പ്രവേശനത്തിന്റെ കുളി കുളിച്ചിരുന്നത്. ഇപ്പോൾ ആ റൂട്ട് അല്ല വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ സ്വയമായി പ്രൈവറ്റ് വാഹനത്തിനൊക്കെ പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ഉപയോഗപ്പെടും. ജിദ്ദ റൂട്ടിലൂടെ പോകുന്ന ആളുകൾ ജിദ്ദയിൽ ഏകദേശം ഒരുപാട് സമയങ്ങൾ പ്ലെയിനിന് പോകുന്ന ആളുകൾ നിൽക്കേണ്ടി വരും. ഇപ്പോ അടുത്ത വർഷങ്ങളായിട്ട് വല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടേ. 10-15 വർഷങ്ങളൊക്കെ മുമ്പ് നമ്മൾ അത് ജിദ്ദ വഴിക്കായിരുന്നല്ലോ പ്ലെയിനിന് പോയിരുന്നു. 8, 9, 10 മണിക്കൂർ അതിൽ കുറക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. അത്ര മണിക്കൂറുകൾ. കാരണം നാനാഭാഗങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന ഫ്ലൈറ്റുകളും വന്ന് ഇറങ്ങുന്ന സ്ഥലം ജിദ്ദയാണല്ലോ എയർപോർട്ട്. അതിന് പുറമെ ഹജ്ജ് ടെർമിനൽ എന്ന് പറയുന്ന ഹജ്ജിന്റെ സീസണിൽ പ്രത്യേകമായ ഒരു സ്ഥലം. എല്ലാവരും ഇവിടെ വന്ന് ഇറങ്ങുന്നു. അതിൻ്റെ പുറമെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇവിടങ്ങളിലുള്ള ആളുകളെ പോലല്ല. അവർ പ്രവർത്തനത്തിൽ വേഗതയോ അല്ലെങ്കിൽ നമ്മളോട് സഹതാപമോ സഹകരണങ്ങളൊക്കെ കുറഞ്ഞിട്ടാണ് നമുക്കിങ്ങനെ തോന്നാം. പെട്ടെന്ന് ചെന്ന ആളുകളെ ഒഴിവാക്കിയിട്ട് സ്വീകരിക്കുക, വേഗത്തിൽ കഴിച്ചിലാക്കുക, അല്ലെങ്കിൽ ഹാജിമാരാണെന്നുള്ള ഹിത്രാമകൾ ആദരവുകളൊന്നും അവരെ കാണുകയില്ല. അങ്ങനെയാണ് കണ്ടിടത്തോളൊക്കെ മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സമയം ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. കിടക്കാനും ഭക്ഷണം കഴിക്കാനും മുഴത്തിലും ബാത്റൂമുകൾ, എപ്പോഴും നല്ല വെള്ളമുള്ളതായ ബാത്റൂമുകൾ, നിസ്കരിക്കാനും പള്ളി, ഭക്ഷണ സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരുപാട് സമയം അവിടെ നിൽക്കണ്ടേ, കാത്തു നിൽക്കണല്ലോ. ചുരുങ്ങിയത് 4-5 മണിക്കൂർ ഏതായാലും ഉണ്ടാകും. അതിൻ്റെ പുറമെ അവിടെ എത്തിയാൽ മുത്തവഫിന്റെ സീല് എന്ന് പറയുന്നത് സീൽ അവിടെ വെച്ചിട്ട് അടിക്കും. അവിടെയൊക്കെ ഭയങ്കര തിരക്കുകളും ലൈനുകളൊക്കെയാണ്. അതിനവിടെ അടിച്ച് കഴിച്ചിലായിട്ട് ഏത് നമ്പറിലാണ് മുത്തവഫിന് അടിച്ചതെങ്കിൽ ആയിരക്കണക്കായ വാഹനങ്ങൾ, ബസ്സുകൾ ഈ മുത്തവഫിന്റെ ആളുകളെ കൊണ്ടുപോകാനും വേണ്ടി എയർപോർട്ടിന്റെ ചുറ്റുഭാഗത്ത് കാത്തു നിൽപ്പുണ്ടാവും. അപ്പോൾ നമുക്കടിച്ചതായിരിക്കുന്ന മുത്തവഫിന്റെ ആ വാഹനത്തിൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അയാളുടെ വാഹനത്തിൽ 1-2 ആളുകൾ കമ്മിയാ, കുറവാ, സീറ്റ് ബാക്കിയാ. അപ്പൊ ഇനി അടുത്ത് വരുന്ന ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ നമ്പറിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ കൂടി ഫുള്ളാക്കിയ ഡ്രൈവർമാർ വണ്ടിയോട് കൊണ്ടുപോകും. നമ്മൾ പറഞ്ഞാലൊന്നും കൂട്ടാക്കില്ല, വെറുതെ പേർക്കൊരു പ്രയോജനമില്ല. ഇതാണ് അവിടുത്തെ സ്വഭാവം. ഇപ്പം മാറ്റങ്ങൾ വന്ന വിവരങ്ങൾ പോയി എനിക്കറിയില്ല എന്നാണ് അന്വേഷണത്തിൽ കുറേയൊക്കെ മനസ്സിലായിട്ടുള്ളത്. കുറച്ചുകൂടി സെക്യൂരിറ്റിയൊക്കെ കൂടുതലായിട്ട് ആയതുകൊണ്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് നാം കറങ്ങുമ്പോൾ നമുക്ക് കുളിക്കാൻ സൗകര്യമുണ്ട് എന്നർത്ഥം. മക്ക പ്രവേശനത്തിനുള്ള കുളി, ഇഹ്റാം എന്നുള്ളത് അവിടെ എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങോട്ട് ഇഹ്റാം അങ്ങോട്ട് ബന്ധിക്കാൻ പറ്റുകയില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. 2 മർഹല ദൂരെ വെച്ചെങ്കിലും നമ്മൾ ഇഹ്റാം ചെയ്യണം, മീക്കാത്തില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മക്ക പ്രവേശനത്തിന്റെ കുളിയെ നമുക്ക് എന്താവുകയുള്ളൂ, അവിടെ കുളിക്കേണ്ട ആവശ്യമുള്ളൂ. ആ കുളി കുളിക്കാം. ഇത്ര കൂടുതൽ സമയങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഈ വിവരങ്ങളും കള്ളികളും രഹസ്യങ്ങളും അറിയാത്ത ആളുകളും സാഹചര്യം മനസ്സിലാക്കാത്ത ആളുകളൊക്കെ ഉണ്ടാകും കൂട്ടത്തിൽ. ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ കുറേ കുറെ ബോധങ്ങൾ യാത്ര സംബന്ധമായിട്ട് ഉണ്ടാക്കലും കൂടി ആവശ്യം. മറ്റേതുങ്ങൾ മനാസിക്കളും പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ വിവരങ്ങളൊന്നും മുഴുവൻ അത് ഉണ്ടാവുകയില്ല. അതും കൂടി മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഈ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ കുറെ കുറഞ്ഞു കിട്ടും, കുറെ അനുസരണങ്ങൾ ഉണ്ടാകും, അനുകരണങ്ങളും കുറച്ച് ബോധങ്ങളൊക്കെ ഉണ്ടാകും. അതല്ലെങ്കിൽ ഇവിടുന്ന് വിട്ടാൽ ഒരു ബോധമില്ലാത്ത കുറെ ആളുകൾ, മുക്കിലും മൂലയിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആ സമയത്തോട് ഓടിക്കൂടി. ചില ആളുകൾ ഒരു ഫാൻറ്, അതായത് ഒരു ഡ്രസ്സ് പോലും മാറ്റാതെ ഒരു ഫാൻറ്റും ഒരു തൊപ്പി, ചില ആളുകൾ തൊപ്പി ഇടും, ചിലർ പോക്കറ്റിലുണ്ടാവും. എന്നിട്ട് വാഹനത്തിൽ കയറാൻ നേരത്താണ് പിന്നെ അതൊക്കെ ഒന്ന് മാറ്റണം എന്നുള്ളൊരു ബോധം വരുന്നത്. നമുക്ക് തന്നെ ഈ സംഘത്തിനെ നയിക്കുന്ന ആ തുടക്കത്തിൽ പ്രയാസങ്ങൾ നേരിടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ആകുമ്പോൾ ആളുകൾ രഹസ്യം അറിയും, എന്താ ഇവിടെ നിൽക്കുന്നത്, എന്താണ് ഇവിടെ ഇത്ര താമസം, എന്താ ഇവർ ആളെ കൂടി കൂടുന്നത്, ജിദ്ദയിൽ അപ്പോൾ ഇവിടെ താമസിപ്പിക്കാൻ അവിടുന്നുള്ളത് മക്കത്തേക്കല്ലേ പോണത്, എവിടെ ഇവരൊക്കെ ഇതിൻ്റെ ആൾക്കാർ കുളണ്ടർമാരൊക്കെ കുറച്ചിങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് ആളുകൾ ഉണ്ടാങ്ങനെ ഇരിക്കുന്നുണ്ട്, അവർക്ക് ഉസർ കൂടി. അപ്പോൾ കുറച്ച് ആൾ ബെയ്ത്താലെ വേറെ ആൾക്കാർ കൂടി, അങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവരൊക്കെ എവിടെ,
അപ്പോൾ കുറെ ആളുകളുണ്ടാവും പാസ്പോർട്ടൊക്കെ പെട്ടെന്ന് സീലടിച്ചിട്ട് വണ്ടിയിലൊക്കെ കയറി പോണ്. അപ്പോൾ ചിലർ പറഞ്ഞു അതവിടുന്ന് പാസ്പോർട്ട് സീലടിച്ച് കിട്ടിയിട്ടില്ല, അവര് കിട്ടാതെ ഇപ്പൊ ഈ ആൾക്കാരെ കയറി പോണത്. ഇവർക്ക് ഒരു യുക്കം അറിയില്ല, ഇവര് അവിടെയും കിടന്ന് ഉറങ്ങുണ്ടാവും. ഇങ്ങനെ ആകെ പ്രശ്നങ്ങൾ ഇഹ്റാമിലാപ്പുള്ളത് കേട്ടോ. ഹജ്ജിങ്ങനെ കൊഴിഞ്ഞിങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. നിങ്ങൾ വിചാരിക്കും അങ്ങനെ കൊഴിഞ്ഞു പോകണമല്ല, നല്ല എല്ലാം ഇങ്ങനെ പോയി കൊണ്ടേ ഇരിക്കുക. 3 നിബന്ധനകൾ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടാവണം. അതിൽ 2 കാര്യങ്ങളെ കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാ പോയി കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു സമയം പോക്കുന്നു. ശ്രദ്ധിക്കാതെ ഞാനൊരു കള്ളി പറഞ്ഞുതരാം. ഒരു കൊല്ലം ഞങ്ങൾ പോകുന്ന സമയത്ത് ഇങ്ങനെ സമയങ്ങൾ വല്ലാതെ വൈകി. ഒരു 5 മണിക്ക് ഏകദേശമൊക്കെ എല്ലാം പുറത്ത് കിടന്നു. ഇവിടുന്ന് പോകുമ്പോൾ എയർപോർട്ടിലെത്തി. കുറേ ആളുകൾ, ഏകദേശം ഒരു 150 ആൾക്കാരുണ്ട് അന്ന്. ഇതുപോലെ ബസ്സൊന്നും ആക്കിയിട്ടില്ല ആരും. ഇറങ്ങി എവിടെ നോക്കിയാലും തെക്കുകളും തിരക്കുകളും പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അലസതകളും. പ്രവർത്തിക്കാൻ നല്ല യോഗ്യരായ ധാരാളം ആളുകളുമുണ്ട്. പോയി പരിചയമുള്ളവരും സംസാരിക്കാൻ കഴിവുള്ളവരും നല്ല ആഫിയത്തുള്ളവരൊക്കെ ഉണ്ട്. കാര്യങ്ങളൊന്നും നീങ്ങുന്നില്ല. അങ്ങനെ എല്ലാവരെയും പാസ്പോർട്ടുകളൊക്കെ കളക്ട് ചെയ്തു. കുറേ പാസ്പോർട്ട് കിട്ടിയപ്പോൾ 3 പാസ്പോർട്ടുകൾ കിട്ടണില്ല. തെരഞ്ഞ് എവിടെ തെരയണം? എല്ലാവരും പാസ്പോർട്ട് എമിഗ്രേഷനിലെ പാസ്പോർട്ട് കൊടുത്ത് നോക്കണമെങ്കിൽ എവിടെ കൊടുക്കണ്ട, എല്ലാവർക്കും ലൈൻ നിർത്തി കൊടുത്ത് തിരിച്ചു വാങ്ങിയിട്ടില്ല. ഈ ആവശ്യത്തിന് വാങ്ങി 3 ആളെ കിട്ടുന്നില്ല. എവിടെ കാണാനില്ല. എല്ലാവരും തിരഞ്ഞു നോക്കി, എല്ലാവരും അന്വേഷിച്ചു, ആരൊന്നും കൊണ്ട് ഞങ്ങൾ തന്നു എല്ലാവരും പറയുന്നത്. അതിൽ കുറേ 150 ആളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെന്നും തന്നില്ലാന്നും പറയുന്നാരാന്നിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണില്ലോ. പൊന്നാനിക്കാരൻ പറഞ്ഞ മാതിരി പള്ളിൻ്റെ അകത്ത് കയറുള്ളത് ഞമ്മ അറിയില്ലാന്ന്. നിസ്കരിക്കാത്ത മനുഷ്യനെ പിടിച്ചോണ്ടായിട്ട് പള്ളിക്ക് കയറ്റി നമ്മുടെ നാട്ടിലൊക്കെ ഹൗദ് ഉണ്ടാവുമല്ലോ, ഹൗദിൽ വീണിയാള്. ഇയാൾക്ക് ഹൗദുള്ള മൂപ്പരത് അറിഞ്ഞില്ല. ഇതിനാ എന്നെ കൊടുത്തത് പള്ളിൻ്റെ അകത്ത് കയറുള്ളത് ഞമ്മ അറിയില്ലാന്ന്. ഈ കിണറ്റിൽ വീണയ്ക്ക് ഇതുപോലെ ഇങ്ങനെയുള്ള ആളുകളുണ്ടെന്ന് നമ്മളറിയില്ലല്ലോ. കുറേ ഇരുന്ന് എല്ലാവരും ആകെ ബേജാറായി. പരസ്പരം കാര്യങ്ങളും നമ്മൾ സംസാരിക്കാനും വയ്യ. പാസ്പോർട്ടല്ലേ മനുഷ്യന്റെ ഈ ഭൗതികമായ ലോകത്ത്, അത് പ്രത്യേകിച്ച് ഗൾഫിലെ നാട്ടിലുള്ള ജീവിതത്തിന്റെ ആകെയുള്ള മൂലാധാരം അതാണല്ലോ. പാസ്പോർട്ട് പോയിന്ന് അങ്ങനെ അവസാനം ഉള്ളിലേക്ക് ചില പോലീസുകാരുടെ സഹായത്തോടെ വീണ്ടും എമിഗ്രേഷനിൽ കുറച്ച് ആൾ പോയി അന്വേഷിച്ചു. യാതൊരു കൊടുത്തും കിട്ടുന്നില്ല. നടന്ന് എല്ലാവരും ക്ഷീണിച്ചു. അവസാനം ആദ്യം ഞാൻ വിവരം കറില്ല, പിന്നെ എന്നോട് വിവരം പറഞ്ഞ് ഞങ്ങൾ അനൗൺസുകളും മറ്റൊക്കെ നടത്തി. പിന്നെ പ്രവർത്തകന്മാരൊക്കെ ക്ഷീണിച്ചു കിടന്നു. ഏകദേശം ഒരു 12 മണിയായപ്പോൾ വീണ്ടും കെടുപ്പരുങ്ങില്ലല്ലോ, ഇടിച്ചു നടന്നു. വീണ്ടും ആളുകളെ വിളിച്ചു ഉണർത്തി. വല്ല ബാഗിലോ അല്ല പിന്നെ കുപ്പാക്കീശയിലോ എവിടെയെങ്കിലും ഉണ്ടോ ആൾക്കാരെ ഒന്ന് തെരഞ്ഞു നോക്കി. ആരും ഒന്നും ഉണ്ടല്ല. അങ്ങനെ 1:30 മണി 2 മണിയായപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ഒന്ന് തെരച്ചിരുന്നത് തെരഞ്ഞോടെ തന്നെ കുന്തം പോയാൽ കുടത്തിലും തെരയാന്ന് പറഞ്ഞാൽ ഈ കുന്തം പോയ കുടമൊക്കെ തെരഞ്ഞ് എല്ലാവരും തെരഞ്ഞു. അവസാനമായി പിന്നെ കുറേ ആൾ ഇങ്ങനെ എഴുന്നേറ്റു. അവർക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെയൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഒരാൾ ഇങ്ങനെ നടക്കേണ്ട കൂടുതൽ 3 പാസ്പോർട്ട് എടുത്തിട്ട് ഒറ്റ എടുക്കുന്ന പാസ്പോർട്ട് നിങ്ങൾ കുറച്ച് നേരമായി ആളിട്ട് വട്ടം കറക്കലോടി. ഇത് 5 മണിക്ക് വന്നതാണ് ഇവിടെ. 5 മണിക്ക് ആളുകളെ ജിദ്ദ എയർപോർട്ടിൽ ഇവിടെ എയർപോർട്ട് കൊടുന്നിട്ട് പെണ്ണുങ്ങളും കുട്ടികളും മക്കത്തേക്ക് പോവാണ്. ജിദ്ദയെ താമസിക്കാൻ വന്നവരല്ല. നിങ്ങൾ എന്ത് പണിക്കാരാ? നിങ്ങൾ എന്തിനു വന്നതാ? ഞാൻ എടുക്കണം. എൻ്റെ പാസ്പോർട്ട് ഉണ്ട്, എൻ്റെ പെണ്ണുങ്ങളുടെ പാസ്പോർട്ട് ഉണ്ട്, നമ്മുടെ പാസ്പോർട്ട് എടുക്കണം. ഒരു ചങ്ങായി അയാൾ ഇന്നും ഹയാത്ത് ഉണ്ടാവണം. ഞാൻ പിന്നെ കുറച്ച് കാലത്തിന് ശേഷം കണ്ടിട്ടില്ല. ചെറുപ്പക്കാരനാ. പക്ഷെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടാൻ ആ സാധുവിന് ഒരു ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. സ്വഭാവം ലേശം ഒരാളുടെ സ്വഭാവമാണെന്ന് മനസ്സിലായത്. പെട്ടെന്ന് ക്ലാസ് കൊണ്ടൊന്നും മിരട്ടിയെടുക്കാൻ വരുന്ന രൂപത്തിലല്ല. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ കളി മനസ്സിലായില്ലേ? മൂപ്പരുടെ മനസ്സിലുള്ളത് നമ്മളവിടെ കൊടുന്ന് മനഃപൂർവ്വം ആളുകളെ കെട്ടിയിട്ടിട്ടാണ്. 5 മണിക്ക് വന്നതല്ലേ, രാത്രി 2 മണിക്കാണ് ഈ പാസ്പോർട്ട് എറിഞ്ഞു തരുന്നത്. നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ് ഇപ്പോൾ അവിടെ താമസം നേരിട്ടത്, മൂപ്പരുടെ അതുകൊണ്ടല്ല. അതുകൊണ്ട് ഇവരിനൊരു പാഠം പഠിപ്പിക്കണം. ഞാനിതൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ പാസ്പോർട്ട് അന്വേഷിക്കണതോ നിങ്ങൾ ഒരു എമിഗ്രേഷനിലേക്ക് തിരിച്ചു പോണതോ ഞാൻ എന്തായാലും മനുഷ്യനല്ലേ, ഞാൻ അതൊക്കെ കാണുന്നില്ലേ? എനിക്ക് ചെവിട് കേൾക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആളിട്ട് കറക്കിയാൽ നിങ്ങളുടെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു തന്നെ ഇത്. മൂപ്പര് കുറഞ്ഞു കൊടുത്തൊന്നുമില്ല. ഇതിൻ്റെ അബദ്ധം പറ്റിയെന്നുള്ളവർക്ക് യാതൊരു മൂപ്പർക്ക് വിഷമോ ഒരു മാപ്പൊന്നുമല്ല. ആരവിടെ എന്ത് പറയാനെന്നാ നമുക്കൊരു പ്രതികാരമില്ല. നിങ്ങൾ എന്ത് മനുഷ്യനാന്ന് പോലും ചോദിച്ചിട്ടുള്ള കാര്യമില്ല. അല്ലാണ്ട് ചാടി നല്ല വർത്താനം പറഞ്ഞു മൂപ്പര്. നമ്മളെല്ലാം തോറ്റുപോയി. അവസാനം ആ പാസ്പോർട്ടൊക്കെ കൊണ്ടുപോയി സുബഹി നിസ്കരിച്ചതിന് ശേഷമായിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം വെറും നേരം പോക്ക് മാത്രമല്ല. ഞാനിതിൻ്റെ ശരഹൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ വെറുതെ കയമ്പോ അത്ര പറഞ്ഞോളൂ, സമയം പോട്ടാന്നുള്ള എനിക്ക്. അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ കൂടി ആടിയിട്ട് ഒരു പരിചയം അവിടെ നിന്നുണ്ടായിട്ട് നിങ്ങളൊക്കെ ഞങ്ങൾ ഈ ആ മൊരമ്പ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ഇതൊരു ഇബാദത്തിന് വേണ്ടി പോവുകയാണ് എന്നൊരു ബോധവും അതിൽ പല അനുഭവങ്ങൾ ഉണ്ടാകും. അതിലൊക്കെ നമ്മൾ പൂർണ്ണമായി
നമ്മുടെ സഹകരണങ്ങളും സഹായങ്ങളും വേണ്ടി വരുമ്പോൾ ആവശ്യോചിതമായ നിർദ്ദേശങ്ങൾ. വെറുതെ ഓരോരുത്തരും ഓരോരുടെ അഭിപ്രായങ്ങൾ പറയും, നമ്മൾ അങ്ങോട്ട് പോകല്ലേ വിചാരെ, ഇങ്ങോട്ട് പോകല്ലേ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുന്നില്ല, എങ്ങനെ ചെയ്യാറുന്നില്ലേ, അങ്ങനെ അതിനൊന്നും ഒരു ആവശ്യങ്ങളോട് വരുന്നില്ല. വേണ്ട സമയത്ത് യോഗ്യരായിരിക്കുന്ന ആളുകൾ വേണ്ട നിർദ്ദേശങ്ങളും സഹകരണങ്ങളൊക്കെ ഉണ്ടാവണം. അതിനും പുറമെ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളൊക്കെ ഉണ്ടാവാം. സമയങ്ങൾ കാത്തു നിന്നിട്ടും അവിടെ പോയിട്ടും ഇവിടെ പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ആരും അതിൽ ധൃതി കൂട്ടിയിട്ടോ വെപ്പിളി പിടിച്ചിട്ടോ പരിഭ്രമിച്ചിട്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഭൂമിയിലേക്ക് കടക്കാൻ വേണ്ടി അങ്ങനെ ആ വഴിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ അവിടുന്ന് കുളിക്കാനുള്ള സമയ സൗകര്യങ്ങളുണ്ട്, വെള്ളമുണ്ട്, കുളിക്കാനുള്ള സമയങ്ങളുണ്ട്, എല്ലാ നിലക്കുള്ള അനുകൂലമായ സാഹചര്യങ്ങളാണ്. അതൊക്കെ സൗകര്യങ്ങൾ ഇന്ന് വരേക്കും അവിടെ ഉണ്ട് എന്ന അറിവ്. പിന്നെ നമുക്കോ, നമ്മളിവിടുന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഈ സംഘത്തിൽ പോകുന്ന ആളുകളെ തർത്തീബും ഇതുപോലെ പോകുന്ന ആളുകളെല്ലാം തർത്തീബും ഒന്ന് തന്നെയായിരിക്കാം. അതായത് തായിഫ് വഴിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന മീക്കാത്ത് ഏതാ മീക്കാത്ത്? അങ്ങനെ കിറുകിറെന്ന് പറഞ്ഞാൽ ഞാൻ സമയമില്ല, കാര്യം ശരിക്കും പറയണം. അങ്ങനെ നിങ്ങൾ ഒന്നും മിണ്ടാതെ ഈ കണ്ട ദിവസം കാത്തിരുന്ന് പഠിച്ചിട്ട് വെറുതെ പഠിക്കാനും പറയാനും പ്രവർത്തിക്കാനും കൂടി ഒരാളെ മാത്രം അങ്ങോട്ട് ഉത്തരവാദിത്തപ്പെടുത്തി അതിനെന്തെങ്കിലും നമ്മൾ തന്നാലും വേണ്ട, നിങ്ങൾ പഠിച്ചോളി, നിങ്ങൾ പ്രവർത്തിച്ചോളി, നിങ്ങൾ നെല്ലായിക്കോളി, ഞങ്ങൾ കണക്ക് കൂടെ വരാന്ന് പറ്റാതെ പറ്റുകയില്ല. ഏതാ നമ്മൾ പോകുമ്പോ വരാൻ കിട്ടുന്ന സ്ഥലം? അത് മറക്കാൻ പറ്റില്ലല്ലോ. സൈറുൽ കബീർ, അതായത് കർണുൽ മനാസിൽ കേൾക്കണോട് പറഞ്ഞൊക്കെ കെറുകെറുന്നാണെങ്കിലും കേൾക്കണമൊക്കെ ഉണ്ട് ഞാന്. പിന്നെ കർണുൽ മനാസിൽ ഇപ്പോൾ അതിന് പറയപ്പെടുന്ന സൈറുൽ കബീർ എന്ന ചെറിയൊരു പേരാണ്, വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതോട് കഴിഞ്ഞാൽ പോയാൽ അതിട്ട് യാതൊരു ബന്ധമില്ല. അതുകൊണ്ടാണ് ഇത് കേസറ്റ് കേൾക്കുക, ഇതല്ല വേറൊരു കേസറ്റ് കേൾക്കലോ ഒന്നും നിങ്ങൾക്ക് ഇതുമാതിരി ബന്ധമില്ല. ഇപ്പൊ ഈ വരുന്ന പറവില് അതിൽ കിട്ടിയത് കുടിച്ച് ആ വീശിയ വലയിൽ എന്തൊക്കെ പെട്ട് അത് ആ പെട്ട തന്നെ. എങ്ങനെ ആയാലും സംഗതി മുഴുവൻ ആവുകയില്ല. നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം. നിങ്ങൾ നിർബന്ധമായ ജോലികൾ കഴിഞ്ഞ് റൂമിലൊക്കെ വന്ന് പിന്നെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒഴിവ് സമയങ്ങളിലൊക്കെ നിങ്ങൾ വേണ്ടാത്ത കേസറ്റുകളും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ സമയം കഴിച്ചിട്ട് അതിങ്ങളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് രക്തത്തിൽ കലർന്ന ആളുകളാണ് അധികവും. അവരാണ് ഇപ്പോൾ ഈ രംഗത്തൊക്കെ ഇറങ്ങി വരുന്ന കുറേ ആളുകളൊക്കെ. അവർക്ക് മിരട്ടി സ്വയമായ ശരീരത്തിൽ നിന്നിട്ട് മിരട്ടി എടുക്കാൻ വലിയ പാടാ. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇബിലീസ് പറയാം, എന്താടാ ചങ്ങായിജി രാത്രി ക്ലാസ്സിനും പോയി പിന്നെ അത് കേട്ട് വെറുതെ ഇതിന്റെ ബഹുമാനം പോകല്ലേ. ഇബിലീസ് പറയാം, ഇതിന്റെ ബഹുമാനം കുറയില്ലാടോ, ഇത് കേട്ട് എന്നെങ്ങനെ കേട്ടിട്ട് അനക്ക് വേറെ ഇതിൽ കേട്ടൂടെ. മനുഷ്യനൊരു മനസമാധാനവും നേരം പോക്കും, മനുഷ്യനല്ലേ, മനുഷ്യന്റെ നേരം പോക്കും സമാധാനമൊക്കെ ഇവിടെ പിന്നെ എവിടുന്ന കിട്ടുക, നാളത്തെ കാര്യമല്ല ഉറപ്പുണ്ടോ. അപ്പൊ കിട്ടിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോ ശരി തന്നെ. അപ്പൊ പഴയ ആ വീഡിയോ കേസറ്റ് ഉണ്ടല്ലോ അട്ടത്തേച്ച്, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുന്ന് അതിൽ കുറച്ച് പടങ്ങളൊക്കെ കണ്ട അപ്പൊ ഒരു മനസമാധാനമായി, നല്ല സമാധാനാ. അതുകൊണ്ട് മറന്നു പോകരുത് നിങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വേഗം പറയണം. സൈറുൽ കബീർ എന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ കുളിക്കുമ്പോൾ ഇഹ്റാമിന്റെ കുളിയും മക്ക പ്രവേശനം ഏകദേശം പിന്നെ അവിടുന്ന് കുറച്ച് കിലോമീറ്റർ 60-70 ഇടയിലുള്ള കിലോമീറ്ററുകളാണ് പിന്നെ അവിടുന്ന് ഓടാനുള്ളത്. അങ്ങനെ നമുക്ക് അവിടുന്ന് കുളിക്കാം. ഇതാണ് ഒലി ദുഹൂരി മക്ക പ്രവേശനത്തിനുള്ള കുളി. ഇപ്പോൾ അത് പ്രായോഗികമാവുകയുള്ളൂ എന്നർത്ഥം. അപ്പൊ അവിടെ നലാഫത്തും ഉണ്ടായി, നമുക്ക് തഹാറത്തും ഉണ്ടായി. തഹാറത്ത് നിയ്യത്തുണ്ടായപ്പോ തഹാറത്തായി. നിയ്യത്തില്ലാത്ത കുളിക്ക് നമ്മൾ നലാഫത്ത് എന്നല്ല പറയാ. സാധാരണ ജോലിക്കൊക്കെ പോകുന്ന സമയത്തുള്ള കുളി നലാഫത്ത്, വൃത്തിയാണ് ആ കുളിയുള്ളത്. വൃത്തി എന്നതിൽ 2 നിലക്കുണ്ടാവാ. തഹാറത്ത് ഉൾപ്പെട്ടതായ വൃത്തിയാണ് മുസ്ലിമീങ്ങളുടെ വൃത്തി. അതേ സമയത്ത് ഹിന്ദുക്കളുടേതായിരിക്കുന്ന വൃത്തിയോ തഹാറത്ത് കൂടാത്ത വൃത്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പശു ആദ്യമായി മൂത്രമൊഴിച്ചതായിരിക്കുന്ന കറക്കുന്ന സമയത്ത് മൂത്രമൊഴിച്ചതായിരിക്കുന്ന മൂത്രം കുപ്പിയിൽ കൊടുന്ന ശേഷം വെച്ച് അതിങ്ങനെ തെളിക്കുക, അതിനെ പുണ്യാറ് തെളിക്കുക എന്ന് പറയും. അതാണ് നദാഫത്ത്. അതല്ല മുസ്ലിമീങ്ങളുടേത്. അത് തഹാറത്തും കൂടി ഉൾപ്പെട്ടതായാൽ വളരെ നന്നായി. ഇങ്ങനെ കുളിച്ചിട്ടായിരിക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലേക്ക് കടക്കാൻ. അത് മുഖദ്ദസായ സ്ഥലമാണ്. മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ചരിത്രം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മുത്തബിഉ സുന്ന എന്ന മുമ്പൊരു പേരുണ്ട്. മുത്തബിഉ സുന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു, തങ്ങൾ എന്ത് പറഞ്ഞു എന്ന് തനിക്ക് അറിവിൽപ്പെട്ടത് മുഴുവനും പൂർണ്ണമായി അനുകരിക്കുക, കണ്ണടച്ച് സ്വീകരിക്കുക. എന്തിനേറെ പറയുന്നു, സഹാബത്തിന്റെ മധ്യേ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് വിവരിക്കുമ്പോൾ തങ്ങളൊന്ന് പുഞ്ചിരിച്ചാൽ റസൂലുള്ളാഹിന്റെ കാലശേഷം ആ പറഞ്ഞ ഹദീസ് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്തിന് വിവരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കാറുണ്ടായിരുന്നു. എന്താ പുഞ്ചിരി? ചിരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ചിരി എന്ന് പറഞ്ഞാൽ തഅജ്ജുബ് ഉണ്ടാകണതിനാ ചിരിക്കുക. ഒരു അത്ഭുതമോ ഒരു പുതിയ സംഭവം ഉണ്ടാകുമ്പോഴല്ലേ ചിരിക്കുള്ളൂ. അല്ലെങ്കിൽ ചിരിക്കുന്നവൻ ബുദ്ധിയുള്ളവനല്ലല്ലോ.
എന്നാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചിരിച്ചത് എന്തിനു വേണ്ടിയാണ്? അതിൽ ഇത്തിബാഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇത്തിബാഇന് വേണ്ടിയാണ്. അങ്ങനത്തെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായിരിക്കുന്ന മക്കായിൽ നിന്നും 5 മൈലോളം ദൂരമുള്ളതായിരിക്കുന്ന തന്നീം മസ്ജിദ് ആയിഷ എന്ന് പറയപ്പെടുന്ന പള്ളിയുള്ളതായ സ്ഥലത്തേക്കായിരുന്നു മക്കായിൽ താമസിക്കുന്ന കാലം മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോവാറുള്ളത് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? 5 മൈൽ നടന്നിട്ട് മൂത്രമൊഴിക്കാനും കാട്ടിക്കാനൊക്കെ പോയി എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? നമുക്കൊരു പ്രയാസം തോന്നുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തതായ മഹാന്മാർക്ക് യസീറുൻ അലാ മ യസ്സറഹുല്ലാഹ്, അല്ലാഹു തആലാന്റെ വേണ്ടുകയും എളുപ്പവും ആർക്കെല്ലാം വെച്ചോ അവർക്ക് അതെല്ലാം നടക്കുന്നതാണ്. എന്തേ അതിന് പോകണം? അങ്ങനെ ദൂരം പോകേണ്ട ആവശ്യം എന്താ? ഇവിടെ സൗകര്യങ്ങൾ ഇന്നത്തെ സൗകര്യം ഇല്ലാത്തോണ്ടാ? ഇന്നത്തെ സൗകര്യം ഒന്നും വേണ്ട. ഏത് കാലഘട്ടത്തിലും അന്നുള്ള ആളുകൾക്കുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ മുഖദ്ദസത്തായ പരിശുദ്ധമായ ഹറമിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ അതിനെ മലിനപ്പെടുത്തുക എന്നുള്ളത് ഈ പുണ്യമായ ഭൂമിയോട് യോജിച്ചതായ ഒരു സ്വഭാവമല്ല എന്ന് തന്റെ ഈമാൻ വിലക്കെടുത്തിരുന്നു. മൂപ്പരുടെ ഈമാൻ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാനായിരിക്കുന്ന അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, പരിശുദ്ധമായ ഹറമിൽ സ്ഥിരവാസം ഉദ്ദേശിച്ചുകൊണ്ട് പാർക്കൽ കറാഹത്താണ്, നല്ലതല്ല. ഒരു അമലിന് ലക്ഷമായ അമലിന്റെ കൂലി ഉണ്ടെങ്കിൽ തന്നെ അവിടെ കുറച്ച് ദിവസം മനഃപൂർവ്വമായി താമസിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അധികകാലം അവിടെ പാർക്കൽ നല്ലതല്ല, നല്ലതിന് മാറ്റമാണ്. എന്ത്? അവിടെ നമുക്ക് അതിന്റെ മഹത്വങ്ങൾ സൂക്ഷിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മഹാന്മാരായ സ്വഹാബികളുടെയും സാലിഹ്യങ്ങളുടെയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഒലിദുഹൂലി മക്ക പ്രവേശനത്തിനുള്ള ഒരു കുളി നമ്മുടെ ഏതായാലും മനസ്സിലിരിക്കട്ടെ, നമുക്ക് അവസരോചിതമായി നമുക്കത് ഉപയോഗപ്പെടുത്താം. മൂന്നാമത്തതായിരിക്കുന്ന കുളി ഒലിൽ വുഖൂഫി അറഫ, അറഫയിലുള്ളതായിരിക്കുന്ന വുഖൂഫിന് വേണ്ടിയുള്ളതായ കുളി. അറഫയിൽ ഹാജരാവാൻ വേണ്ടി കുളിക്കുക. വുഖൂഫ് എന്ന് പറഞ്ഞതിന്റെ മഅന ഹുദൂറുഹു, ആ അറഫയിൽ ഹാജരാവുക, അവിടെ നിൽക്കുക എന്നാണല്ലോ. വാഖിഫാവുക എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നർത്ഥം, അതല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അവിടെ ഉണ്ടാവുക, ആ നിർണായകമായ സമയത്തിന്റെ ഉള്ളില് നിർണയിക്കപ്പെട്ടതായ സ്ഥലത്തിന്റെ പരിധിയിൽ അവിടെ ഉണ്ടാവുക. കിടന്നാലും ഉറങ്ങിയാലും പെട്ടെന്ന് വിട്ടുകിടന്നാലും ഒന്നും വിരോധമില്ല. അങ്ങനെ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആള് ഒരു കുളി കഴിഞ്ഞു പോവുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്താണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ഉപയോഗപ്പെടുത്താം. മീനായിൽ നിന്നാണ് അറഫയിലേക്ക് പുറപ്പെടുക. അറഫയിൽ പോകുന്നതിന്റെ തലേ ദിവസം മീനായിൽ പോയി കൂടും. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മീനായിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമുക്ക് നാം താമസിക്കുന്ന ടെന്റുകളിൽ ഇഷ്ടാനുസരണം വെള്ള സൗകര്യങ്ങളും കുളിക്കാനുള്ളതായിരിക്കുന്ന ബാത്റൂമിൽ രണ്ടും കൂടി ഉൾപ്പെട്ടതായ സൗകര്യങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത്. കുളിക്കാൻ വിരോധമില്ല. ആ കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത സമയത്തിനുള്ളിൽ പറയും. ഏതായാലും നമുക്കത് ഉപയോഗപ്പെടുത്താം. ഇപ്പൊ എത്ര കുളിയായി? 1, 2 മക്കാ പ്രവേശനം, പിന്നെ അറഫയിലെ കുളി. 4മത്തതായ കുളി വലിൽ വുഖൂഫി ബി മുസ്ദലിഫ, മുസ്ദലിഫയിൽ നിൽക്കാൻ വേണ്ടി കുളിക്കുക. മുസ്ദലിഫ എന്ന് പറയുന്നത് പിന്നെ മീനായുടെയും അറഫാന്റെയും ഇടയിലുള്ളതായ ഒരു സ്ഥലം. ലോകത്ത് ഹജ്ജിന് പോയിരിക്കുന്ന എല്ലാവരും കൂടി ഒരേ സമയത്തിന്റെ ഉള്ളിൽ ഒരുമിച്ച് കൂടുന്ന രണ്ടാമത്തെ സ്ഥലം. ഒന്ന് അറഫയാണ്, രണ്ടാമത്തെ മുസ്ദലിഫ. മീനായിൽ അങ്ങനെ എല്ലാം ഒരേ സമയത്ത് ഒരുമിച്ച് കൂടേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. മുസ്ദലിഫാനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇത് ഏറ്റവും വലിയതായ മുസ്ലിം ലോകത്തിന്റെ പ്രതിനിധി സമ്മേളനമാണ്. അള്ളാഹുവിന്റെ സാലിഹ്യങ്ങളായിരിക്കുന്ന അടിമകള്, നല്ലവരായ മനുഷ്യന്മാര് മുഴുവനും സമ്മേളിക്കുന്ന സ്ഥലം. ചെന്നു നോക്കിയാതൊന്നുമില്ല. കുറെ പർവ്വതത്തിന്റെ താഴ്വരയില് വലിയതായ പാറകളും കുറെ റോഡുകളും കുറെ കച്ചറ സ്ഥലങ്ങളും കുറെ ജനങ്ങൾ ഇങ്ങനെ കിടന്നിങ്ങനെ വിരിവിരിയായിട്ട് കിടന്നിങ്ങനെ ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ആളുകൾ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു സ്ഥലമാണ്. അതിനെക്കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഇത് ലോക സമ്മേളന. എന്ത് സമ്മേളന? പ്രസംഗമൊന്നുമില്ല, പരിപാടികളൊന്നും അവിടെ ഇല്ല, സ്റ്റേജില്ല, അധ്യക്ഷനില്ല, ഉദ്ഘാടനമൊന്നും അവിടെ ഇല്ല. പക്ഷേ അവിടെ ആരുണ്ട്? ഖൈറു ഇബാദില്ലാഹി സാലിഹീൻ അവിടെ ഉണ്ട്. അവരെ ആര് കണ്ടു? അവരെ കാണാനുള്ള കണ്ണ് നമ്മൾക്കില്ല. മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം അവിടെ ഉണ്ട്, ഇല്യാസ് നബി അലൈഹിസ്സലാം അവിടെ ഉണ്ട്. മറ്റൊരു അഭിപ്രായ പ്രകാരം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മുഴുവൻ അവിടെ ഉണ്ട്. അതിലേക്കൊരു തെളിവായി മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജത്തുൽ വദാഇന് പുറപ്പെട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാദുൽ അസ്റഖ് എന്ന് പറയപ്പെടുന്ന ആ ഒരു സ്ഥലത്തിലൂടെ നീങ്ങി
ഞാൻ അവിടെ വെച്ചുകൊണ്ട് റായിത്തു മൂസ യുലബി, മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമാകുന്ന എന്റെ സഹോദരൻ മുഹരിമായിട്ട് ഇങ്ങനെ പോകുന്നു ഞാൻ കണ്ടു. യുലബി, അദ്ദേഹം പറയുന്നു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക വാളിയൻ ഇസ്ബൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് വിരൽ ചുണ്ടാൻ വിരലുകൾ വെച്ചിരിക്കുന്നു, ഫി ഉദരൈഹി, രണ്ട് കാതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. ആവേശത്തിന് വേണ്ടി, വാക്കുകൾ ശബ്ദങ്ങൾ ഉയർത്താൻ വേണ്ടി. ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് കയ്യിൽ വിരല് കാതിന്റെ ഉള്ളിൽ കടത്തി വെക്കല് പ്രത്യേകമായ സുന്നത്താണെന്ന് മഹാന്മാര് പറഞ്ഞത്. അതെന്തിനു വേണ്ടിയാണെങ്കിൽ തെർഫി സൗത്തി, ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ട്. ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശബ്ദാണല്ലോ, അത് സുന്നത്തുമാണ്. അതുപോലെ തെൽബിയത്ത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ അവിടെ ഉണ്ട്. അവരുടെ സമ്മേളനം നമ്മൾ കാണുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോ സഹാബികളുണ്ടായിരുന്നതിൽ കൂടെ അവരാരും കണ്ടിട്ടില്ലല്ലോ. അവർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലല്ല, നബിതങ്ങളുടെ മുഅ്ജിസത്തിന്റെ കണ്ണുകൊണ്ടാണ് കണ്ടത്. അതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായിരിക്കുന്ന ആളുകൾ അവരുടെ കറാമത്തിന്റെ കണ്ണുകൊണ്ട് കാണാം. നമുക്കുള്ള അറാമ്പുറപ്പ് എന്നല്ലാതെ എന്ത് കറാമത്ത് അവിടെ ഉള്ളത്? സർവ്വ അറാമ്പുറപ്പ് ഉണ്ടാവും നമ്മുടെ അടുത്ത്. എവിടെ എത്തിയാലും ഉണ്ടാവും. അത് ചെയ്യണവരവിടെ ചെയ്യും. എന്നിട്ട് ഒരാള് പറഞ്ഞു, നായ നടുക്കടലിൽ പോയാലും നക്കി കുടിക്കാതെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കടലിൽ നടുക്ക് പോയാലും പിന്നെ നക്കി കുടിക്കേണ്ട ആവശ്യമില്ല, നല്ല മുക്കി ഉഷാറായി കുടിച്ചൂടെ. പക്ഷെ അതിന്റെ സ്വഭാവം അതാണ്, നക്കലാണ്. അപ്പൊ നടുക്കടലിൽ പോയപ്പോൾ നക്കിയും. അങ്ങനെ ഉണ്ടാവരുത്, ഉണ്ടാവാതിരിക്കാനാട്ടോ സായി പറഞ്ഞു വെക്കുക. അപ്പൊ അതൊക്കെ ഇങ്ങനത്തെ മോശമായ വാക്കുകളെ കേൾക്കുമ്പോൾ നമ്മൾ ആ മോശത്തിൽ പെടരുത് എന്നുള്ള നിലക്ക് പറയാം. ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അവര് വല്ല പാറന്റെ പുത്തുകളിലോ അതല്ലെങ്കിൽ മലന്റെ സൈഡുകളിലൊക്കെ ഇരുന്നു കൊണ്ട് റഹ്മാനായ റബ്ബിനെ ധ്യാനിച്ചുകൊണ്ട് കരഞ്ഞു കരഞ്ഞ് വിഷമിക്കുകയാണ്. അവർക്കൊരു കരണ്ട ആവശ്യം വരുന്നില്ല. കരേണ്ടത് നമ്മളാണ്. നമുക്ക് കരച്ചിൽ വരുന്നില്ല. നമ്മുടെ പരിപാടികൾ അവിടെ എത്തിയാൽ എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരും. ഇപ്പോൾ പറയുന്നത് മുസ്ദലിഫയിലുള്ള കുളിയാണ്. ആ അള്ളാഹുവിന്റെ സാലിഹ്യങ്ങളായിരിക്കുന്ന അടിമകളൊക്കെ ഒരുമിച്ച് കൂടിയ ലോക സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ, നമ്മളൊക്കെ ഒരു സമ്മേളനത്തിന് പോകുമ്പോൾ ഒക്കെ ഒന്ന് കുളിച്ച് റാഹത്തായി പാന്റും അതുപോലെ സൂട്ടും കുപ്പായങ്ങളും എല്ലാം ടിപ് ടോപ്പിൽ ഒക്കെ ധരിച്ച് ഉഷാറായിട്ടില്ലേ നമ്മൾ പോവുക. എന്താ, ധാരാളം ആളുകൾ കൂടുന്ന സ്ഥലത്ത് അങ്ങനെ ഈങ്ങിച്ചടച്ച് വൃത്തികെട്ട ആ രൂപത്തിൽ പോവുക എന്നുള്ളത് ജനങ്ങൾ ഇഷ്ടപ്പെടുകയല്ലേ, വെറുക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. കുളിക്കാം, പക്ഷേ കുളിയുടെ മദഹുകളും ഫളായിലും കൂടുതൽ പറയുന്നുണ്ടെങ്കിലും ഇത് മുഴുവനും പ്രായോഗിക്കാൻ സാധ്യമല്ല. നമ്മൾ പുറപ്പെടുന്നത് അറഫായിൽ നിന്നാണ് മുസ്ദലിഫയിലേക്ക് പോരുന്നത്. അറഫായിൽ വേണ്ടത്ര കുളിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഇനി സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ നമ്മുടെ ആളുകൾക്ക് ഒരു സൂചി കുത്താനുള്ള ഒരു പഴുത് കൊടുത്താൽ അവിടെ ഒലക്ക അതിൻ്റെ ഉള്ളിൽ കിടക്കണം. സൂചി അവിടെ കള്ളുള്ളൂ, പക്ഷെ അത് പറ്റില്ല, ഞാൻ ഒലക്ക കടത്തും എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് കുളിച്ചോളി വേഗം വരി എന്ന് പറഞ്ഞാൽ ഇല്ല, അത് ബണ്ണ അതൊക്കെ വൃത്തിയാക്കി വിസാരമാക്കി തന്നെ പറഞ്ഞതാണ് ചെയ്യാന്നുള്ളതല്ല. അതെന്ത് ചെയ്യാൻ ഒരു അനുമതി അവിടെ ഉണ്ടാകാം, പിന്നുള്ളത് നമ്മളായിക്കൊള്ളാന്നാ. അപ്പൊ നമ്മൾ ആരും ആ കാര്യത്തിൽ പ്രോത്സാഹനം അവിടെ കൊടുക്കാറില്ല. വേണ്ടത്ര സൗകര്യങ്ങളും അവിടെ ഇല്ല. താൽക്കാലികമായി വെച്ച് പിടിപ്പിക്കുന്ന കുറച്ചു കാലങ്ങളായി പെർമനന്റായ ബാത്റൂമുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ജനങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന ദിനമായതുകൊണ്ട് എല്ലാം ഖറാബാക്കും. ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ചില പള്ളികളിലെ ബാത്റൂമിലൊക്കെ പോയാൽ വെള്ളം ഒഴിക്കാതെ പരിപാടി നടത്തി പോയാൽ എത്ര പക്കൂസിന്റെ ആൾക്കാരുണ്ട് നിങ്ങളെ കണ്ടില്ലേ? വെള്ളം അവിടെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അതിന് വെള്ളം ഒഴിച്ചിട്ടില്ല. മൂപ്പര് അവിടെ പോയിരുന്നു ഇവരെ പരിപാടി കഴിഞ്ഞ് വെള്ളം തന്നെ ആൾ ഉപയോഗിച്ചിട്ടില്ല എന്നാ അങ്ങനെ അവിടെ എഴുന്നേറ്റ് പോയിട്ട് നമുക്ക് തന്നെ വലിയ അത്ഭുതമായിട്ട് തോന്നാ. എന്ത് മനുഷ്യന്മാരായിരിക്കും ഇവര്, എന്ത് കൗമാണിത്, ഇത് വൃത്തിയാക്കാതെ നാശാക്കാൻ. നീ അത് വൃത്തിയാക്കി ആത്തൊരു മനുഷ്യൻ പിന്നെ അവന്റെ സ്വന്തം ശരീരം വൃത്തിയാക്കി ഉണ്ടാവുമോ? ഒരു പ്രതിഷേധമില്ല. എന്നാൽ ഇതുപോലെ അവിടെയും അങ്ങനെ ആവാം. അപ്പൊ അതുകൊണ്ട് കുളിക്കുക എന്നുള്ള കാര്യം മുഴുവനും പ്രായോഗികമല്ല. എന്നാൽ മുസ്ദലിഫയിൽ എത്തിയാൽ കുളിക്കാൻ പറ്റുമോന്നോ? അതും വേണ്ടത്ര ഈ വിഷയത്തിൽ നമുക്ക് അവിടുത്തെ സൗകര്യങ്ങൾ പ്രായോഗികമല്ലാത്തത് കൊണ്ട് അത് നമുക്കൊരു നഷ്ടം തന്നെയാണ്. അപ്പൊ കുളിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അതെങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ പോകുന്ന ആളുകൾക്ക് ആരെങ്കിലും കഴിയെങ്കിൽ കൂടത്തിൽ പോകുന്ന ആളുകൾ അതിനെ മെനക്കെടുത്തിട്ടാ. കൂടത്തിൽ പോകുന്ന ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ സുന്നത്തുകളൊക്കെ കേട്ടിട്ട് മറ്റുള്ള ആളുകളെ കഷ്ടപ്പെടുത്തി ഒരുപാട് സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. ഞാനതൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്തെങ്കിലും അങ്ങോട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നെ ഓടുകയാണ് ഇങ്ങോട്ട് പൊട്ടിച്ചോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും എല്ലാം ഒന്നും അങ്ങോട്ട് പായ. അവിടെ എത്തിയാൽ മുത്തവഫിന്റെ ടെന്റിൽ പോയി എല്ലാവരും അവിടെ കൊണ്ടുപോയി ആക്കിയാൽ ആരും അറഫയിലെ പള്ളിയാണ് ആ കാണുന്നത്. പള്ളിയുടെ പരിസരത്ത് ഈ സ്ഥലമൊക്കെ അറഫന്റെ ഉള്ളിൽ പെട്ടതാണ്. ആരെങ്കിലും ഇതിന്റെ മുകളിൽ നിന്നാൽ ഈ പള്ള അറഫയിൽ പെട്ടതാണ്. വഖഫ്തു ഹാഹുന, ഞാൻ ഇവിടെ നിന്നതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടേണ്ട, എവിടെ നിന്നാലും ഹജ്ജ് ചെയ്യാവുന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, ഉണ്ടാവും ഒറ്റ പോക്ക പള്ളിയിലേക്ക്. പള്ളി ഇങ്ങനെ കാണുന്ന മാതിരിയല്ല, നടന്നാലും നീങ്ങാത്ത സ്ഥലത്തെ പള്ളി. പള്ളിന്റെ ഉള്ളിനാട് പോയിട്ട് പെട്ട എല്ലാ ടെന്റുകളും വെള്ള ഡ്രസ്സുകളും തുണികളെ കൊണ്ട് ഉണ്ടാക്കിയ ടെന്റ്, ഈ ടെന്റ് മുഴുവൻ ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഇവിടുക്കാൻ വരിക, ഇവിടുക്കാൻ പോവാ, ഒറ്റ പോക്ക. പിന്നെ പോകാൻ നേരത്ത് എണ്ണ നോക്കുമ്പോൾ എണ്ണ കുറഞ്ഞിട്ടുണ്ടാവും. എന്താ ഇവിടെ വന്നിട്ട് അറഫയിലെ പള്ളി പള്ളി പിന്നെന്താ അജ്ജാണെന്ന് മുല്യന്മാര് ഓലാട്ട് നടക്കട്ടെ, ഞാനവിടെ എത്തിക്കോളാം.
ഒരാൾ നാവൂർക്ക് സിയാറത്തിന് പോയിട്ട് ചെമ്മരിയാടിന്റെ ഇറച്ചി കൂട്ടിയിട്ട് വയറിളകി ബസ്സുകാരോട് ഒരു പരിധി വരെയൊക്കെ നിർത്താൻ പറഞ്ഞു. വീട് ഇളകുമ്പോൾ ഇറങ്ങണോ, നിർത്തി അവിടെ അപ്പോഴേക്കിന് ഓടി എവിടെയൊക്കെ പോയി ഒഴിവാക്കി വന്നു. അവസാനം കൂടുതൽ നിങ്ങളോട് നടന്നോളി, ഞാൻ വരാം, ഞാൻ അവിടെ ഇറങ്ങാറ് ഇത് അമ്മ ഇങ്ങടെ വയറിപ്പോഴെന്ന് പറയുമ്പോ പോണ്ടേ. ഇതുപോലെ ഞാൻ